ഇന്നത്തെ നമ്മുടെ അതിഥി സിംഗപ്പൂർ മലയാളികളുടെ ഇടയിൽ നിന്നും ആദ്യമായി മലയാള സിനിമയിൽ നായകനായ ഒരു നടനാണ്. സിനിമ മാത്രമല്ല, നാടകം, TV ഹോസ്റ്റ്, സ്റ്റേജ് പെർഫോമർ, ഷോർട്ട് ഫിലിംസ്, പരസ്യചിത്രങ്ങൾ, മോഡലിംഗ്, ടോക്ക് ഷോസ്, റൈറ്റിംഗ്, ഡയറക്ഷൻ തുടങ്ങിയ പല കലാമേഖലകളിലും കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തി കൂടിയാണ്. അതുക്കും മേലെ ഒരു ഫുൾ ടൈം IT മാനേജറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നത് എന്നതും ഒരു അത്ഭുതം തന്നെയാണ്. ലെറ്റ്സ് ഹാവ് എ ടോക്ക് വിത്ത് നൺ അതർ ദാൻ ജിബു ജോർജ്. വെൽക്കം ടു ടോണി ചാൻ സിംഗപ്പൂർ യൂട്യൂബ് ചാനൽ. മൂപ്പര് വരുന്നത് അങ്ങ് സിംഗപ്പൂരിന്നാണ്. അപ്പൊ ഞങ്ങൾ കുറെ നാളായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ചു നിന്നിട്ട് ഫൈനലി ഫിലിമിങ് അതെ. അപ്പൊ നമ്മുടെ സിംഗപ്പൂരിലെ ഏക ഫിലിം ആക്ടർ എന്ന് പറഞ്ഞ ജിബു ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളൊരു ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതെ, ടോണിച്ചാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെന്ന്. ഇന്നാണ് നമുക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ കിട്ടിയത്. അതെനിക്കുള്ള ട്രോളിനുള്ള വഴിയാന്ന് തോന്നുന്നു. ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാണ്. നമ്മളതാണ് പാട്ടും പാടും. ഡാൻസ് എനിക്കറിയാം, പാട്ട് പാടുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. ഇല്ല സ്റ്റേജ് കേട്ട് ഒത്തിരി വർഷങ്ങളായി. എനിക്കിപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഇല്ലാന്നാണ്. പക്ഷെ അവർ നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി എന്നെ സ്റ്റേജ് കയറ്റി. കഷ്ടം. അപ്പൊ നിങ്ങളുടെ ഈ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള നിങ്ങളുടെ സിംഗപ്പൂർ ജീവിതം എങ്ങനെ പോകുന്നു? അയ്യോ, അതെനിക്കുള്ള ട്രോളിനുള്ള വഴിയാന്ന് തോന്നുന്നു. ഇല്ല, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാണ്. നമ്മളതാണല്ലോ, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണം നിങ്ങൾ ജിബു ആരാണ്. നമ്മൾ പല വീഡിയോയിലും ജിബുവിനെ അങ്ങനെ ഒഫീഷ്യലായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. എന്നാലും പ്രേക്ഷകർക്ക് അറിയണം അത് ജിബു ആരാണ്. സംഭവിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ ഒരു വലിയ ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണെന്ന് വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്തോ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. ആൾക്കാർക്ക് കണ്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണെന്ന് തോന്നുന്നു. എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു സാധനം വരും. പിന്നെ പല ഗ്രൂപ്പ്സിൽ, പബ്ലിക്കിൽ, സ്പേസിലൊക്കെ പോകുമ്പോൾ ഇയാൾ ആ സാധനം ചെയ്ത, ആ നാടകം ചെയ്തില്ല, ആ സിനിമ ചെയ്തില്ല ആൾ. അപ്പോൾ അങ്ങനെ ഒരു സാധനം വരുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾക്കിടയിൽ ഒരു നോൺ ഫേസ് ആണ് എന്നുള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട് ബേസിക്കലി. അപ്പം എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും ഒരു ആഗ്രഹമാണല്ലോ. ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യുന്ന വർക്ക് ആൾക്കാർ കാണുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനുള്ള ഫീഡ്ബാക്ക്സ് തരിക. ക്രിറ്റിസിസം ആണെങ്കിൽ പോലും അതിന് ഫീഡ്ബാക്ക്സ് തരിക എന്നുള്ളത്. അപ്പം ടെക്നിക്കലി ഐ എം ബ്ലസ്ഡ് ബേസിക്കലി. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരാൻ വേണ്ടിയാണെങ്കിലും. അത് ഞാനൊരു ഇങ്ങനെയുള്ള ഒരു കരിയറിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അസ്പയറിങ് ചെയ്യുന്ന ഒരു ആക്ടറാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് റെസ്പെക്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ആ ഒരു അക്സെപ്റ്റൻസ്, ആ ലവിനെ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ടെക്നിക്കലി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ അറ്റൻഷൻസും എല്ലാ ആക്ടേഴ്സും എൻജോയ് ചെയ്യുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ ചെറിയ രീതിയിലാണെങ്കിലും സിംഗപ്പൂരിലുള്ള എല്ലാ അറ്റൻഷൻസും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചായ കുടിച്ചോണ്ടിരിക്കുന്നത്, എൻ്റെ ചായ കൂടെ എടുക്കട്ടെ. അപ്പോൾ സ്റ്റാർബക്സ് പോയിട്ട് ചിയേഴ്സ് പറയാവുന്ന അവസ്ഥയാണ് നമുക്ക്. അതെ, ഒരു അടിപൊളി ചായ കേട്ടോ. നമ്മുടെ ഈ ഒരു നമ്മുടെ MBSലുള്ള ഒരു സായനെ നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി പോവാണ്. ശ്രീജിബുവിന്റെ കഥകളാണ് നമ്മൾ. ശരിക്കും പറഞ്ഞാൽ വീഡിയോയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ നല്ല ആംബിയൻസ് തരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടും ഒരു മ്യൂസിക്കും അതാണ് എന്ന് പറഞ്ഞാൽ MBS നല്ല ആംബിയൻസ്, കോഫി. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ സെലിബ്രിറ്റി ഒക്കെ ആയിട്ട് നടക്കുമ്പം ഉള്ള ഒരു സംഭവമാണ് ഈ ഒരു താടി, മുടി, കണ്ണാടി, ഇതൊക്കെ. ഞാൻ ഇത് പറയാൻ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ഫോട്ടോസ് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ജിബുവിന്റെ പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിൽ അങ്ങനെയല്ല, രണ്ടും രണ്ടൊരു തരത്തിലാണ്. അത് ഇതിന്റെ ഒരു ഭാഗമാണോ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസ്, അതോ ഇത് സിനിമയ്ക്ക് വേണ്ടി? ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോൺസെപ്റ്റിൽ ഈ മുടിയും താടിയും വളർത്തുക എന്നുള്ള ഇതിലില്ലായിരുന്നു. ഇപ്പം ഞാനൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ആസ് എൻ IT പ്രൊജക്ട് മാനേജർ ജോലി ചെയ്യുകയാണ്. അപ്പം അവിടെ ഒരു സർട്ടൺ ഡ്രസ് കോഡൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കോവിഡിന് ശേഷമാണ് ഈ യൂഷ്വലി നമ്മുടെ ആ ഡ്രസ് കോഡിനുള്ളൊരു സാധനം, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലുക്കിനുള്ളൊരു സാധനമൊക്കെ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് മാറിയതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത സിനിമ ഗ്രഹണത്തിൽ കംപ്ലീറ്റ് ഒരു റിസർച്ചിൻ്റെ ലുക്കാണ്. അതിനുശേഷം കോവിഡിൻ്റെ സമയത്ത് 2 വർഷത്തോളം നമ്മൾ ബേസിക്കലി വീട്ടിലടച്ചുപൂട്ടിയിരിക്കുന്ന സമയമായിരുന്നല്ലോ. ആ സമയത്ത് ഈ സലൂൺസ് എല്ലാം ക്ലോസ് ഡൗൺ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയൊരു സാധനമായിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു മെമ്മറീസ് നൗഡ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ഡിപ്രഷൻ എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് മുടി എടുത്തിട്ട് എനിക്കറിയാൻ വേണ്ടി എന്തായാലും കോവിഡ് ലോക്ക്ഡൗൺ ആണ്, പുറത്ത് ഇറങ്ങാൻ പോകുന്നില്ല, പ്രത്യേകിച്ച് ഷൂട്ട് നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഷേവ് ചെയ്തതിന് ശേഷം അപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് ലുക്കാണല്ലോ. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി വന്നു, എന്തുകൊണ്ട് മുടി വളർത്തിക്കൂടെ. അപ്പോൾ ആ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടി വളർത്തി തുടങ്ങി. മുടി വളർത്തി ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ലുക്കിലുള്ള ക്യാരക്ടേഴ്സ് ഓഫർ ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ സിനിമ ഞാൻ ചെയ്തത് ഓംകാര എന്ന സിനിമ. അതിൻ്റെ അകത്തൊരു ട്രൈബൽ റോളാണ്. അപ്പോൾ അതിന് അവർക്ക് ഈ മുടിയും താടിയാണ് വേണ്ടിയിരുന്നത്. അപ്പോൾ എനിക്ക് ആ റോള് കിട്ടാൻ വൺ ഓഫ് ദ റീസൺ വാസ് മുടി. പിന്നെ ഞാൻ അതങ്ങ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്
കുറച്ച് ഈ ആർട്ടിസ്റ്റിക് പട്ടുള്ളവന്മാരൊക്കെ മുടി മുടിയും താടിയും ഞാനും കാണുന്നതിൽ ഞാനും പരിപാടി മുടി ഉള്ളതാണ്. വളർത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഞാനും ഇങ്ങനെ നല്ലതായിട്ട് മുടിയൊക്കെ വളർത്തി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പറഞ്ഞ പോലെ തന്നെ ഈ മുടിയും താടിയും കാരണം ആൾക്കാർ കാണുമ്പോൾ ഇപ്പോൾ ഓഫീസിൽ പോയാൽ പോലും ഞാനൊരു IT പ്രൊജക്ട് മാനേജറിൻ്റെ ഔട്ട്ലുക്കിലല്ല പോകുന്നത്. അവരെന്നെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് യു ആർ നോട്ട് ജസ്റ്റ് ആൻ IT പ്രൊജക്ട് മാനേജർ, അങ്ങനെ ഒരു ഫീൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ ഒരു ആക്ടറിനെ കാണുമ്പം ആൾക്കാർ നമ്മൾ ഒരു ജാട ഫീല് ജാടയല്ല, അയ്യോ അല്ലേ തന്നെ ഞാനൊരു ജാട തെണ്ടിയാണെന്നൊരു image ഉള്ളതാണ്. അങ്ങനത്തെ എന്നെ ജാടയൊന്നും കണ്ടിട്ട് ഇതുവരെ ആരും ജാടകം പറഞ്ഞിട്ടില്ല. അതെന്താണോ ചിലപ്പോ ഇനി മുടിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനല്ല, ഒരു ഡിഫറെന്റ് ലുക്ക് വരുന്നുണ്ട്. ഒരു അപ്പിയറൻസിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നതുകൊണ്ട് ആൾക്കാർ നമ്മളെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത് ഈസി ടു കാറ്റഗറൈസ്. ഇയാള് നോട്ട് ജസ്റ്റ് നോർമൽ IT ഗായ് അല്ലെങ്കിൽ നോർമൽ മനുഷ്യൻ എന്നുള്ള നോർമൽ മനുഷ്യനല്ല. നോർമൽ മനുഷ്യൻ കുറച്ച് അബ്നോർമൽ ഉള്ള മനുഷ്യന്മാരാണല്ലോ ഇങ്ങനെ കടകൾ. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാനും പണ്ട് മുടി വളർത്തുന്നില്ല, ഞാനും നോർമൽ അല്ലായിരുന്നു. ഇപ്പൊ നോർമലായി. വേറെ ഈ സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം തന്നെ, രഹസ്യം പറയണ്ട, എന്നാലും ഇതെങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അപ്പൊ ഞാൻ സൗന്ദര്യമുള്ള ഒരാളാണെന്ന് മനസ്സിലായി. സൗന്ദര്യമല്ല ഞാൻ പറഞ്ഞ ഇല്ല ഗൈസ്, നമ്മൾ അംഗീകരിച്ചിട്ടില്ല ഒരിക്കലും. നമ്മള് കൊടുക്കില്ല എന്റെ ദൈവമേ. ആരും അറിയില്ല മല്ലയ്യ. ഇല്ല, ഞാനിപ്പോ ഇത് മുടി കെട്ടിയത് നമുക്ക് ഇങ്ങനെ ഓഫീസിൽ പോകാൻ പറ്റില്ല, അതുകൊണ്ടല്ല നമ്മള് മുടിയൊക്കെ വളർത്തി ഇത്രയും വളർത്തിയായിരുന്നു. ഓക്കെ, ശല്യം കാരണം മുടി വെട്ടിയതാണ്. അല്ല, അത് ഏറ്റവും പാടെന്നാന്ന് വെച്ചാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ആസ് എൻ ആർട്ടിസ്റ്റ്, ആസ് എൻ ആക്ടർ, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് മൈൻഡുള്ള ആൾക്കാർക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനൊരു പ്രത്യേക നാക്കുണ്ട് അവർക്ക്. സോ ഒരു എന്താ പറഞ്ഞാൽ അത് നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ സാധാരണ മുടി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ താടി മെയിൻറ്റെയിൻ ചെയ്യുക ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ജനറലി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ചില സമയത്ത് ഞാൻ തന്നെ പിസ്ഡ് ഓഫ് ആവും. ചില സമയത്ത് ഞാൻ വിചാരിക്കും മുടി വെട്ടി കളഞ്ഞാലെന്ന് വിചാരിക്കും, മുട്ടയടിച്ചാലെന്ന് വിചാരിക്കും. പക്ഷേ നമുക്കുള്ള ഒരു ഇഷ്ടം, പാഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ഇതിലേക്കും വരും. നമ്മൾ സെൽഫ് മെയിൻറ്റെനൻസ് എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. അപ്പോൾ എല്ലാ ആക്ടേഴ്സും ജനറലി ഇന്നത്തെ കാലത്ത് എല്ലാ ആക്ടേഴ്സും ചെയ്യുന്നതാണ് അവരവരെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. അപ്പം ഇതൊക്കെ അതിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അതിന്റെ എന്തൊക്കെയാണ് സീക്രട്ടുകൾ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ചെയ്യാം. അടുത്തൊരു എപ്പിസോഡ് നമുക്ക് ആയിക്കോട്ടെ. അപ്പൊ നിങ്ങള് IT പ്രൊജക്ട് മാനേജർ ആയിട്ടല്ലേ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു IT ഫീൽഡ്, ഞാനും IT ഫീൽഡാണ്, പക്ഷെ എന്നാലും ഈ IT ഫീൽഡിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു ആക്ടിങ് കരിയറിലോട്ട് വന്നത്? നിങ്ങൾ ചെറുപ്പം മുതലേ ആക്ട് ചെയ്തതാണോ? ഞാനൊരു ബോൺ ആക്ടർ അല്ല. എൻ്റെ കുടുംബ പാരമ്പര്യത്തിൽ ആരും സിനിമയുമായിട്ട് ബന്ധപ്പെട്ടല്ല. സിനിമ എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ക്രിയേറ്റീവ് സൈഡിൽ ഒരു പാട്ട് പോലും പാടുന്ന ആൾക്കാർ എൻ്റെ പപ്പയുടെ സൈഡിലോ അമ്മയുടെ സൈഡിലില്ല. അപ്പം എനിക്ക് ആക്ച്വലി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ 1-2 സ്റ്റേജ് സ്കൂളിലെ കുട്ടികൾ ചെയ്യുന്ന സ്കിറ്റും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പോയായിരുന്നു. ഗ്രൂപ്പ് സോങ്സിലൊക്കെ കയറുമായിരുന്നു. പിന്നെ പള്ളിയിൽ കൊയറിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള വളരെ ചെറിയ പാട്ട് പാടുമായിരുന്നു. പാട്ടൊക്കെ പാടുമായിരുന്നു. ഞാൻ ചെയ്യാത്തൊന്നുമില്ല. പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഡാൻസ് എനിക്കറിയാം, പാട്ട് പാടുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയൊരു പരിപാടിയായിരുന്നു സാധാരണ നമ്മുടെ ഉള്ളത്. അപ്പം എല്ലാ മാതാപിതാക്കളും സപ്പോർട്ട് ചെയ്യുന്ന പോലെ പിള്ളേർക്കുണ്ടാകുന്ന ചെറിയ ടാലൻസ്. അതിനുശേഷം കുറച്ചുകൂടെ ഹയർ സ്കൂളിലേക്ക് വന്നതിന് ശേഷം ചെറിയ രീതിയിൽ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്കന്ന് ഇഷ്ടമായിരുന്നു സ്റ്റേജിൽ കയറുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെയിം എല്ലാ ആക്ടേഴ്സിനും വേണ്ടി ഒരു സാധനം, അപ്രീസിയേഷനാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടി. അപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായ ഒരു സാധനമായിരുന്നു, ലൈക്ക് നമുക്ക് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളൊരു സ്പെഷ്യൽ ആളായിട്ട് ആൾക്കാർ നോക്കുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കിട്ടുന്നുണ്ട്. അതായിരുന്നു എൻ്റെ അന്നത്തെ കേക്ക്. പിന്നെ അത് കഴിഞ്ഞ് ജോലിയായി സിംഗപ്പൂരിലേക്ക് വന്നു. IT എന്ന് പറയുന്ന ഒരു സാധനം പ്രീ കോവിഡിൻ്റെ സമയത്ത് IT എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുൾ ഒരു ജോബാണ്. രാവിലെ പോകും, ഡേ ജോബാണല്ലോ, രാവിലെ പോകും, രാത്രി വരും. പിന്നെ നമുക്ക് വേറെ എന്തിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ ആക്ച്വലി ഒരു സ്റ്റേജ് പ്രോഗ്രാം വന്നു. ഒരു ടാലൻറ്റ് ഹണ്ടാണ്, പ്രവാസി എക്സ്പ്രസിൻ്റെ ഒരു ടാലൻറ്റ് ഹണ്ടിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം വന്നപ്പം ലാസ്റ്റ് മിനിറ്റിൽ അതിന് ആങ്കർ കിട്ടിയില്ല. അപ്പോൾ അവർക്ക് ഇതുപോലെ കുറച്ച് ശബ്ദഗാംഭീര്യവും കുറച്ച് സ്റ്റേജ് പ്രസൻസും അല്ലെങ്കിൽ മലയാളം സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾ വേണം എന്നായിരുന്നു അവരുടെ റിക്വയർമെൻറ്റ്. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഞാൻ പോലും അറിയാതെ ഞാൻ ഷോർട്ട് ലിസ്റ്റഡ് ആയി. അപ്പോൾ എന്നെ തലേന്ന് രാത്രിയാണ് വിളിച്ച് പറയുന്നത്, ഇതുപോലെ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്, നീ വന്ന് സ്റ്റേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് തരണം, ലൈക്ക് ആദ്യത്തെ ഫസ്റ്റ് 5 minutes ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തരണം, മൈക്കിൽ കൂടെ പറയുമ്പം കുറച്ച് രസമായിട്ട് പറയണം. ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് എൻട്രിയിലേക്കുള്ളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ട്രിഗറിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പോൾ അതിന് മുമ്പ് ആങ്കറിംഗ് ചെയ്തിട്ടുണ്ട്? ഇല്ല, അതിന് മുമ്പ് ആങ്കറിംഗ് ചെയ്തില്ല. കാരണം കോളേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കോളേജിന് ശേഷം പിന്നെ ഒരു 10-20 വർഷത്തേക്കൊന്നും ചെയ്തിട്ടില്ല. അതാണ് സംഭവം. അപ്പം ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ റിജക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ സ്റ്റേജിൽ കയറ്റി ഒത്തിരി വർഷങ്ങളായി, എനിക്കിപ്പം ആ ഒരു മൈൻഡ് സെറ്റ് ഒന്നും ഇല്ലാന്നാണ്. പക്ഷെ അവർ നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി എന്നെ സ്റ്റേജിൽ കയറ്റി. പക്ഷേ സർപ്രൈസിംഗ്ലി ആ പ്രോഗ്രാം ഭയങ്കര സക്സസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ കിക്ക് തിരിച്ചു വന്നു. എന്ന് പറഞ്ഞാൽ കൊള്ളാലേ സംഭവം. അതായത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം ഇതുവരെയും പോയിട്ടില്ല. ലൈക്ക് ദർ ഇസ് സംതിങ് ഇൻ മീ. ആ സാധനം എനിക്ക് അന്ന് ഐഡൻറ്റിഫൈ ചെയ്തു.
പിന്നെ പല സ്റ്റേജ് പ്രോഗ്രാംസ്, സിംഗപ്പൂരിൽ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ആങ്കർ ചെയ്ത് ഞാൻ മെഗാ ഷോസ് ഹോസ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ഷോയിൽ പോയപ്പോഴാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, ലാലേട്ടൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അതിൽ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സായിട്ട് ഞാൻ പോയത്. അപ്പം എനിക്ക് ദെൻ നമ്മുടെ ഉള്ളിൽ ആ ഒരു ബഗ് ഉണ്ടല്ലോ, അതായത് ക്രിയേറ്റീവ് സൈഡിൽ നിൽക്കണം, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറണം, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണം, അല്ലെങ്കിൽ പാട്ട് പാടണം, ഈ സാധനം എനിക്ക് തിരിച്ചു വന്നു തുടങ്ങി. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഡാൻസിങ്ങിന് പോയി. മോഹൻലാലിൻ്റെ ഷോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട് ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഏഷ്യാനെറ്റിലെ ടീമായിരുന്നു. അതിനകത്തൊരു ചേട്ടൻ പറഞ്ഞു, നിൻ്റെ സൗണ്ട് നല്ല രസമുണ്ടല്ലോ, നിനക്ക് സംസാരിക്കാൻ അറിയാം. ദെൻ ഇവിടെ ഏഷ്യാനെറ്റിലൊരു ചാനലുണ്ട്, സിംഗപ്പൂർ ചോയ്സ് എന്നൊരു പ്രോഗ്രാം ഉണ്ട്, അതിൽ ആങ്കറായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഏഷ്യാനെറ്റിൽ കോൺടാക്ട് ചെയ്ത് അങ്ങനെ സിംഗപ്പൂർ ചോയ്സ് എന്ന പ്രോഗ്രാമിൽ ഹോസ്റ്റായി. ഓൾമോസ്റ്റ് 2 years ഏഷ്യാനെറ്റിൽ ഹോസ്റ്റ് ആയിരുന്നു. ഏതാ ഷോ? ഏതാ? സിംഗപ്പൂർ ചോയ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാം. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതെ അതെ, തീരെ ചെറുപ്പമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ആ പരിപാടിയല്ലേ സിംഗപ്പൂർ ചോയ്സ്? അതെ അതെ. ആദ്യം കുറെ ഡാൻസ്, പിന്നെ ഇവിടുത്തെ ലോക്കൽ സിംഗപ്പൂർ ഇവിടുത്തെ കുറെ ടാലൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇന്റർവ്യൂസ്, ഇവിടുത്തെ ലോക്കൽ കുറെ സിംഗപ്പൂർ ലൊക്കേഷൻസ് കവർ ചെയ്യുന്നത്, ഇവിടുത്തെ ഇവന്റ്സ് കവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറെ പ്രോഗ്രാംസ് ചെയ്യായിരുന്നു. അങ്ങനെ TV ഹോസ്റ്റ് ആയിട്ടിരുന്ന സമയത്താണ് കൈരളി കലാനിലയത്തിൻ്റെ ഒരു നാടകം റിവാമ്പ് ചെയ്ത്. കൈരളി കലാനിലയം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ കുറേ വർഷങ്ങൾക്ക് ശേഷം മലയാള നാടകങ്ങൾ സിംഗപ്പൂരിൽ കൊണ്ടുവരാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. മനസാക്ഷി എന്ന് പറഞ്ഞൊരു നാടകത്തിൽ ഒരു ഹീറോ ആൻറ്റി ഹീറോ ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഒരു അച്ഛനും മകനും മരുമകളും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ കഥയാണ്. അപ്പം ഈ മകൻ തന്നെയാണ് അതിൻ്റെ അകത്തെ വില്ലനായിട്ട് ലാസ്റ്റ് വരുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ഈ ഒരു IT പ്രൊഫഷനാണ്, ആക്ച്വലി ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അപ്പോൾ IT കാരനാണ് വേണ്ടിയത്. അങ്ങനെ എനിക്കറിയാവുന്ന കുറേ ആൾക്കാരായിരുന്നു അതിൻ്റെ പിന്നാമ്പുറത്തുണ്ടായിരുന്നതും. അതിൻ്റെ ഓഡീഷന് പോയപ്പോൾ ആ ക്യാരക്ടർ കിട്ടി. അങ്ങനെയാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് നാടകം ചെയ്തത്. നാടകം ചെയ്തത്. അപ്പം എനിക്ക് ആക്ച്വലി അഭിനയം എന്ന് പറയുന്ന ആദ്യം നാടകമാണ്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത് എൻ്റെ നാടകമാണ് തുടക്കം. നാടകം ചെയ്ത് ആ നാടകം കണ്ടതിന് ശേഷം ഒരു ആനന്ദ് പാക എന്ന് പറഞ്ഞ ഒരാൾ, ദേവിക ശിവൻ, അവരുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നെ കോൺടാക്ട് ചെയ്ത് അവർ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, നെപ്പോളിയൻ എന്ന് പറഞ്ഞൊരു ഹിന്ദി ഷോർട്ട് ഫിലിം. അപ്പോൾ ആർമിയിലായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഹിന്ദി കുറേ അറിയാവുന്നത്. അപ്പോൾ ഹിന്ദി സംസാരിക്കാൻ അറിയുന്ന ഒരു ക്യാരക്ടറാണ് വേണ്ടിയിരുന്നത്. ഒരു ഭയങ്കര ഷാർപ്പ് ലുക്സ് ഉള്ള എന്നൊക്കെ പറയുന്ന ആൾക്കാർ വേണം. അപ്പം ഫോർ സം റീസൺ അവർക്ക് എൻ്റെ ഫീച്ചേഴ്സും എൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ ആ ക്യാരക്ടറിന് സൂട്ടായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഷോർട്ട് ഫിലിംസിലേക്ക് വന്നത്. പക്ഷേ നെപ്പോളിയനിലെ കാസ്റ്റിംഗ് കൺഫേം ആയതിനു ശേഷമാണ് എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടഗൂർ എൽമീദ എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടർ എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിം കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഒരു ഗോവൻ ഡയറക്ടറാണ്. എങ്ങനെയോ എൻ്റെ കോൺടാക്റ്റ് കിട്ടി. പുള്ളിയും ഒരു സൈലൻറ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ആദ്യം ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയത്, റിലീസായത്. സോ എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഈ സൈലൻറ്റ് ഫിലിമാണ്. അതെൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഞാൻ ചെയ്തത്. ജോർജ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തന്നെയാണ് ചെയ്തത്. രണ്ടാമത്തെ ഫിലിമാണ് നെപ്പോളിയൻ. ആദ്യം കാസ്റ്റിംഗ് കഴിഞ്ഞ നെപ്പോളിയൻ ആണെങ്കിൽ രണ്ടാമത്തെ ഫിലിം നെപ്പോളിയൻ. അങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമായി, എന്താ പറയുന്നത്, നാടകമായി, അങ്ങനെ ഷോർട്ട് ഫിലിംസായി. അപ്പം ഷോർട്ട് ഫിലിംസ് ഒന്ന് തുടങ്ങി 2 തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആ സമയത്ത് സിംഗപ്പൂരിൽ ഒരു ബൂം ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി. അങ്ങനെ കുറേ ഷോർട്ട് ഫിലിംസ് വന്നു. അതിനുശേഷം എൻ്റെ ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ കരുതാണ്. 3ാമത്തെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത് K. രാജഗോപാൽ എന്ന് പറഞ്ഞിട്ട് സിംഗപ്പൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ദി യെല്ലോ ബേർഡ് എന്ന് പറഞ്ഞ ഫിലിം കാൻസിൽ സ്ക്രീൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് 3 ഫിലിംസിൽ 2 ഫിലിംസും കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ സ്ക്രീൻ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തത്. അപ്പം എൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഭയങ്കര ബൂം സാധനമാണ്. അത് ഞാൻ പോലും എക്സ്പെക്ട് ചെയ്യുന്നതല്ല. അത് ഫോർ സം റീസൺ ഐ വാസ് ലക്കി ഇനഫ് ടു ഗെറ്റ് ദോസ് എന്താ പറയുക പ്രൊജക്ട്സ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ സഡൻലി ഒരു ഊലാഹു ഉണ്ടാക്കാൻ പറ്റി എനിക്ക് സിംഗപ്പൂരിൽ. ബേസിക്കലി ആൾക്കാരെല്ലാം അവൻ നാടകം ചെയ്യുന്നു, സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു, ആങ്കർ ചെയ്യുന്നു, ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം. അപ്പം അതിനൊരു ഭയങ്കര വൈഡ് അക്സെപ്റ്റൻസ് ആണോ ഒരു വിസിബിലിറ്റി ആണോ എന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്ന വിസിബിലിറ്റിയാണ്. പെട്ടെന്ന് ആ സമയത്ത് അത്രയും ചെയ്യുന്ന ആൾക്കാർ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് അത്രയും ക്രിയേറ്റ് ആകുന്നില്ലായിരുന്നു. സോ ഐ വാസ് ലക്കി ഇനഫ് അങ്ങനത്തെ കുറേ വർക്കുകൾ കിട്ടി. ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്നത് നമുക്കാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ? വെച്ചാൽ നിന്ന സ്ഥലത്ത് വന്ന് എന്നിട്ട് ചാടി ചെന്ന് കയറുമ്പോൾ ഓക്കെ താങ്ക് യു ആടുജീവിതത്തിന്റെ ഒരു പ്രൊമോഷൻ സോങ് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കും. ഞാൻ സാർ എന്തുകൊണ്ട് ചെയ്തു തരാൻ പറ്റത്തില്ല, ഞാൻ ആ രീതിയിൽ നമ്മൾ ചോദിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ ചെയ്ത ഒരു ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് പ്രൊജക്റ്റ് ആണ് ഒരു പുതുനിറം എന്ന് പറഞ്ഞൊരു തമിഴ് മലയാളം മ്യൂസിക്കൽ. ഈ പറയുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞാണ് ചെയ്തത്. അതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുണ്ടായിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ സ്റ്റോറി, അതായത് കോൺസെപ്റ്റ് വരുന്ന സമയം തൊട്ട് ഞാനും അതിൻ്റെ ഡയറക്ടറായിരുന്ന് വർക്ക് ചെയ്ത് വന്ന് അത് പാടിയിരുന്ന ശ്വേത മോഹനും ഹരിചരണൊക്കെയാണ്. നമ്മുടെ ഓർക്കിഡ് ഫിലിംസാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അത് റിലീസ് ചെയ്ത മമ്മൂക്കയാണ്. ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യുന്ന മമ്മൂക്കയാണ്. അത് ഭയങ്കര എന്നെക്കൊണ്ടുള്ളൊരു, അതായത് അസ്പയറിംഗ് ചെറിയ സ്റ്റാർട്ടേഴ്സ് അല്ല ബിഗിനേഴ്സിന് ഭയങ്കര മോട്ടിവേഷനായിരുന്നു അത്.
അങ്ങനെ അതും ഭയങ്കര സക്സസ്ഫുൾ ആയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അതിനുശേഷമാണ് കോവിഡ് വന്നു. കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ ശരിക്കും എല്ലാവരും വീട്ടിൽ ലോക്കായ സമയത്ത് കുറച്ച് ഡിപ്രഷൻ അടിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഷൂട്ട് അറ്റ് ഹോം കോൺസെപ്റ്റിൽ ഒരു 2 ഷോർട്ട് ഫിലിംസ് ഞാൻ തന്നെ റൈറ്റ് ചെയ്ത് ഡയറക്റ്റ് ചെയ്തായിരുന്നു. മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ്. അതിനും ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ എഴുത്തൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? എഴുതാനും വായിക്കാനൊക്കെ ആ സമയത്ത് അറിയായിരുന്നു? എഴുതാൻ പഠിച്ചതൊക്കെ സ്കൂളിലായിരുന്നു. ഞാൻ മലയാളം പഠിച്ചത് തന്നെ 6ാമത്തെ ക്ലാസ്സിൽ വരുന്നിട്ട് 6th or 7th തോന്നുന്നു. കാരണം ഞാൻ കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ എനിക്ക് മലയാളം ഒന്നും അറിയത്തില്ലായിരുന്നു. ഉള്ളി ഹിന്ദി മാലും അതെനിക്ക് മനസ്സിലായല്ലോ. അല്ല, ഞാൻ ചോദിച്ചാൽ ഈ ഇതൊക്കെ എഴുതണമെങ്കിൽ അത്ര ഒരു സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയല്ല. അല്ല ശരിയാ. അപ്പൊ ഈ എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക സംഭവമല്ലേ? അത് എഴുതുക എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നമ്മള് വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നല്ലോ. ഇതൊരു സംഭവം എഴുതുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അതിന്റെ സ്ക്രിപ്റ്റും അതിന്റെ അതൊക്കെ ഫോമുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്കില്ലല്ലേ അത്? അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് അത് പഠിച്ച്? അത് പഠിച്ചതോ ഞാൻ ഒരു കാര്യത്തിലും സ്പെഷ്യലി ട്രെയിൻഡ് അല്ല. ആക്ടിങ്ങിലും ട്രെയിൻഡ് അല്ല, ഡാൻസിങ്ങിലും ട്രെയിൻഡ് അല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ ഇപ്പം ഈ പബ്ലിക് സ്പീക്കിംഗ് പോലും ഞാൻ ട്രെയിൻഡ് അല്ല. ഒരു സെഷൻ പോലും ഞാൻ എടുത്തിട്ടില്ല. അപ്പം ഫോർ സം റീസൺ എനിക്ക് തോന്നുന്നു ഞാനൊരു ഭയങ്കര വൈൽഡ് ഇമാജിനേഷനുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര ഫിൽമിയാണ്, ഭയങ്കര സിനിമാറ്റിക്കാണ്. ഞാനൊരു സാധനം പറയുമ്പോൾ പോലും എൻ്റെ മനസ്സിൽ വിഷ്വൽസാണ് ആദ്യം വരുന്നത്. അപ്പം അത്രയും ക്രിയേറ്റീവ് ആയിരുന്നു അന്നത്തെ കാലത്ത്. പ്രോബബ്ലി എനിക്ക് അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഇല്ലാത്തതുകൊണ്ടായിരുന്നായിരിക്കാം അതിങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാതിരുന്നത്. അപ്പം ആ കോവിഡും ഈ പറഞ്ഞ കുറേ 3-4 പ്രൊജക്ട്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പറയുന്നതെല്ലാം ഓപ്പണായി, മൈൻഡൊക്കെ ഓപ്പണായി. അങ്ങനെ മൈൻഡ് ഓപ്പൺ ആയ സമയത്ത് ഓരോ കോൺസെപ്റ്റ്സിൽ ഞാനിങ്ങനെ ഓരോ സ്റ്റോറീസ് എഴുതുക. ആ സമയത്ത് കുറേ എഴുതുമായിരുന്നു. ഇപ്പോൾ ഒരു പുതുനിറം ആണെങ്കിൽ പോലും സ്റ്റോറിയിൽ മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ മെമ്മറീസ് നവയുടെ ഫസ്റ്റ് പാർട്ട് എടുത്തപ്പോൾ സെക്കൻഡ് പാർട്ട് എടുക്കണമെന്ന് പ്ലാനേ ഇല്ലായിരുന്നു. ഫസ്റ്റ് പാർട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഓഫീസിൽ ഇങ്ങനെ ഇരുന്ന് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറിയ ത്രെഡ് കിട്ടിയാണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടി. അങ്ങനെ ഓഫീസിൽ ഇരുന്ന് പെട്ടെന്ന് കിട്ടിയ ഒരു ത്രെഡ് ഞാൻ വിചാരിച്ചു അത് പെൻ ഡൗൺ ചെയ്ത് കഴിഞ്ഞില്ലെങ്കിൽ മറന്നു പോകുന്ന വിചാരിച്ചിട്ട് പെട്ടെന്ന് ഞാൻ പോയി ഇത് റൈറ്റ് ചെയ്ത് എനിക്ക് അറിയാവുന്ന ക്ലോസ് ഫ്രണ്ട്സ് ഉള്ള ഒരു 3-4 പേരുണ്ട്. അവർക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞത് എങ്ങനെയുണ്ട് സംഭവം. അപ്പോൾ അവർ പറഞ്ഞു കൊള്ളാം, കുഴപ്പമില്ല. അപ്പം അങ്ങനെ ആ സമയത്ത് പ്രോബബ്ലി പ്രത്യേകിച്ച് ബ്ലോഗ്സ് ഇല്ലായിരുന്നു. അതായത് നമ്മുടെ ക്രിയേറ്റീവ് ഇൻപുട്സ് അല്ല ക്രിയേറ്റീവ് തോട്ട്സ് പെൻ ഡൗൺ ചെയ്യാനാണെങ്കിലും ഷെയർ ചെയ്യാനും എനിക്കങ്ങനെ പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഐ യൂസ് ടു ഗോ ആൻഡ് ഷെയർ ഓൾ മൈ കോൺസെപ്റ്റ്സ്. ലൈക്ക് കോൺസെപ്റ്റ്സ് എന്തെങ്കിലും ഇപ്പം ഒരു വീഡിയോ ഷൂട്ടിൻ്റെ കോൺസെപ്റ്റ്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിൻ്റെ കോൺസെപ്റ്റ്സ് ആണെങ്കിലും സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ കോൺസെപ്റ്റ്സ് ആണെങ്കിലും ഐ യൂസ് ടു ഡിസ്കസ് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി പ്രോബബ്ലി ഇതൊരു നാച്ചുറലി എൻ്റെ മനസ്സിലുള്ള ഒരു സാധനമായിരുന്നായിരിക്കാം. അത് ഭയങ്കര സ്കില്ലായിട്ടൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ സിനിമ കലാപരമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു സൈഡിൽ നിന്ന് വന്നതുകൊണ്ട് ഇതെങ്ങനെയോ എനിക്ക് കിട്ടിയൊരു സാധനമാണെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അത് എഴുത്തിലേക്ക് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജിബു സ്റ്റാർട്ട് ചെയ്തത് സ്റ്റേജ് ആങ്കറിങ്, പിന്നെ TV ഹോസ്റ്റിങ്, പിന്നെ നാടകം, പിന്നെ എഴുത്ത്. പക്ഷെ ഇതെല്ലാം ഷോർട്ട് ഫിലിംസ് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് മലയാള സിനിമയിലോട്ട് നിങ്ങൾ കാല് വെച്ചത്. അതെങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ മുമ്പ് പറയുന്ന പോലെ തന്നെ ഞാൻ ഒരു പക്ഷേ ഭയങ്കര ലക്കി ആയിരുന്നായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നായിരിക്കാം. എനിക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം അങ്ങനെയായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് വന്നുകൊണ്ടിരുന്നത്. ഗ്രഹണം ആണ് എൻ്റെ ആദ്യത്തെ മലയാള സിനിമ. അത് സിംഗപ്പൂരിലെ ഫസ്റ്റ് എവർ ഫീച്ചർ ഫിലിമാണ്, കൊമേഴ്ഷ്യൽ ഫീച്ചർ ഫിലിമാണ് സിംഗപ്പൂരിൽ നിന്ന് ചെയ്യുന്ന പടം. അതായത് സിംഗപ്പൂരിൽ എന്തെങ്കിലും ഒരു മലയാളം ഹിസ്റ്ററി എഴുതുവാണെന്നുണ്ടെങ്കിൽ ഗ്രഹണമാണ് സിംഗപ്പൂരിൽ ഉണ്ടായ ഫസ്റ്റ് മലയാളം സിനിമ. അതിലെ ഫസ്റ്റ് നടൻ ഞാനാണ്, നായക നടൻ ഞാനാണ്. അങ്ങനെ വെച്ച് വരുമ്പോഴത്തേനും സിംഗപ്പൂർ മലയാളിയുടെ ഇടയിൽ നിന്ന് നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഏക മലയാളി ഞാനാണ് ഇതുവരെ. ഇനി അങ്ങോട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരട്ടെ, നല്ല കാര്യമല്ലേ വരട്ടെ. പക്ഷേ ആ സാധനം നമ്മുടെ ഉണ്ട്. ഗ്രഹണത്തിനാണെങ്കിലും എനിക്കാണെങ്കിലും ആ ടീമിൽ വർക്ക് ചെയ്ത ആൾക്കാർക്കാണെങ്കിലും. അപ്പോൾ ഗ്രഹണം ചെയ്ത് ഞാൻ പറഞ്ഞ നെപ്പോളിയൻ ചെയ്ത സെയിം ടീമാണ്. അവർ ആനന്ദ് എന്നെ കാണാൻ വരുമ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ അല്ലെങ്കിൽ ഒരു വെബ് സീരീസിൻ്റെ ത്രെഡും കൂടെ വരുന്നത്. നമ്മളിങ്ങനെ പല റൗണ്ട് ഡിസ്കസ് ചെയ്യുന്നപ്പോഴത്തേനും അത് ഷോർട്ട് ഫിലിം കോണ്ടന്റിൽ നിന്ന് അതൊരു വെബ് സീരീസായി. 3 or 4 എപ്പിസോഡ്സുള്ള 20 മിനിറ്റ്സിൻ്റെ വെബ് സീരീസായി. പിന്നെ നമ്മൾ വിചാരിച്ചു അത് അത്രയും എഫോർട്ട് ഇടുന്നുണ്ട് വെബ് സീരീസിന് വേണ്ടി, എന്തുകൊണ്ട് അത് സിനിമയാക്കിക്കൂടാ. അങ്ങനെയാണത് സിനിമയിലേക്ക് മാറുന്നത്. പിന്നെ അത് ആ സ്റ്റോറിയിൽ ഞാൻ എലാബറേറ്റ് ചെയ്തു. സ്ക്രിപ്റ്റ് അത്രയും തന്നെ കൂടുതൽ വർക്ക് ചെയ്തു. കംപ്ലീറ്റ്ലി നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ്ലി നാട്ടിൽ നിന്ന് ആൾക്കാരെ ഹയർ ചെയ്തു. നാട്ടിൽ പ്രോപ്പർ ടെക്നിക്കൽ ക്രൂ, അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ കൂടുതലും ആക്ടേഴ്സ് വർക്ക് ചെയ്തത് സിംഗപ്പൂരിൽ നിന്നുള്ള ആൾക്കാരാണ്, തിയേറ്റർ സീനിലാണെങ്കിൽ. പിന്നെ നാട്ടിൽ നിന്നുള്ളത് വിജയ് മേനോനും സുധീർ കരമന സാറും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നായക കഥാപാത്രനായ റോയ് കുരിശിലാണ് ഞാൻ ചെയ്തത്. അത് ഭയങ്കര കോംപ്ലക്സ് ഒരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര ചില സമയത്ത് ആ ക്യാരക്ടർ ഭയങ്കര സട്ടിലാണ്, ചില സമയത്ത് ഭയങ്കര എന്താ പറയുന്നത് ലൗഡുമാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വിച്ച് ഈസ് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. അതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ആ പടം നമ്മൾ ഷൂട്ട് ചെയ്ത് തീർത്തത് ഓൾമോസ്റ്റ് 1.5 വർഷത്തിലാണ്. കാരണം അതിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും വർക്ക് ചെയ്ത ആൾക്കാർ മൊത്തം സിംഗപ്പൂരിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതലും ഷൂട്ട് ചെയ്യുന്നത് വീക്കെൻഡ്സിലും പബ്ലിക് ഹോളിഡേയ്സിലും ഈവനിങ്സിലൊക്കെയാണ്.
അപ്പം ആ ഒരു 1.5 വർഷം ടെക്നിക്കലി നമ്മൾ 24/7 വർക്ക് ചെയ്യണം. കാരണം മൺഡേ ടു ഫ്രൈഡേ ഓഫീസിൽ പോകണം. അന്ന് പ്രീ കോവിഡ് സമയമാണ്. എല്ലാ ദിവസവും ഓഫീസിൽ പോകണം. ഓഫീസിന് ശേഷമാണ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഡിസ്കഷനിലിരിക്കുന്നത്. സ്ക്രിപ്റ്റിലാണെങ്കിലും ലൊക്കേഷനിലാണെങ്കിലും മറ്റ് പല കാര്യങ്ങളും ഡിസ്കഷനിലിരിക്കുന്നതാണ്. വീക്കെൻഡ്സിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എല്ലാ ദിവസവും പുറത്താണ്. മൺഡേ ടു ഫ്രൈഡേ ഓഫീസിൽ പോകും, അതിന് ബാക്കിയുള്ള സമയത്തെല്ലാം ഷൂട്ടിന് പറയും. അപ്പം ടെക്നിക്കലി ആ ജേർണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ടയറിങ് അല്ലായിരുന്നു. പക്ഷേ ഈ പടം നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കോവിഡ് വന്നത്. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്ത സാധനമല്ലല്ലോ. അപ്പോൾ കോവിഡ് വന്നതാണ് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് വന്നത്. കാരണം അതിനൊരു കറക്റ്റ് പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടാൻ കുറേ കഷ്ടപ്പെട്ടു. തിയേറ്റർ റിലീസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടി. പിന്നെ നമ്മൾ സിംഗപ്പൂരിൽ തിയേറ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടിൽ OTT പ്ലാറ്റ്ഫോംസിലാണ് ചെയ്തത്. പക്ഷേ നമ്മുടെ അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഫഹദ് ഫാസിലാണ് റിലീസ് ചെയ്തത്. പ്രൊമോഷൻസ് മൊത്തം ആസിഫ് അലി കുഞ്ചാക്കോൻ, ടോവിനോ, കീർത്തി സുരേഷ്, വിനീത് ശ്രീനിവാസൻ, അങ്ങനെ സിനിമയിലുള്ള ഒരുപാട് നല്ല ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത പടം റിലീസ് ചെയ്യാൻ വേണ്ടി. അപ്പം അതിനൊരു വൈഡ് അക്സെപ്റ്റൻസ് സിംഗപ്പൂർ മലയാളികൾക്കിടയിലുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ മലയാള സിനിമ ഇറങ്ങിയതിന് ശേഷം മലയാള മനോരമയിലാണെങ്കിലും ദീപിക, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു, അങ്ങനെ കുറേ മീഡിയാസിൽ കവറേജ് ഉണ്ടായിരുന്നു സിംഗപ്പൂരിൽ നിന്ന് വരുന്ന ആദ്യത്തെ മലയാള സിനിമ, അതിലെ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു സന്തോഷമായിരുന്നു. നാട്ടിൽ നമുക്ക് പ്രോപ്പർലി ഒരു വൈഡ് റിലീസിന് സ്കോപ്പ് ഇല്ലായിരുന്നെങ്കിൽ പോലും, കോവിഡിൻ്റെ സമയത്തായിരുന്നെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം മീഡിയ കവറേജ് കിട്ടി. അതിൽ ഞാൻ ഹാപ്പിയാണ്. സോ അതിൻ്റെ ഫീറ്റ് അതായിരുന്നു, നമുക്കതും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ പടം ഞാൻ ചെയ്തത് ഓങ്കാര എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ ഫിലിമാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തൊരു ക്യാരക്ടറാണ്. ഒരു ട്രൈബൽ ക്യാരക്ടറാണ്, ഒരു വില്ലേജ് ട്രൈബൽ വില്ലനാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് എനിക്ക് സാധാരണ ഒരുപാട് റിജക്ഷൻസാണ് വരാറുള്ളത്. അതായത് പറയുന്നത് നമ്മുടെ നാട്ടിൻപുറത്തെ ലുക്ക് ഉള്ള ക്യാരക്ടേഴ്സാണ് വേണ്ടിയെന്ന് പറഞ്ഞത്. അപ്പം എന്നെ ഇതിൽ കാസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാനൊരു ട്രൈബൽ ക്യാരക്ടറായിട്ട് ചെയ്യണം. അവൻ പറഞ്ഞ കുഴപ്പമില്ല, മേക്കപ്പിലൊക്കെ. അപ്പോൾ അത് അവരുടെ കോൺഫിഡൻസ് ആണ്. ആസ് ആൻ ആക്ടർ എനിക്ക് വരുന്ന കോൺഫിഡൻസ് ആണ്. ഓക്കെ, ലുക്കിലുള്ള നിങ്ങളുടെ വർക്കിലും പൊട്ടൻഷ്യൽസിലും ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. സോ അത് ഭയങ്കര രസമുള്ള ക്യാരക്ടർ. അങ്ങനെ രണ്ടാമത്തെ സിനിമ കഴിഞ്ഞു. അതിപ്പം ഫെസ്റ്റിവൽസിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരാൾ എന്ന് പറഞ്ഞ സിനിമയാണ്. അതിൽ നായകൻ തന്നെയാണ്. ബാംഗ്ലൂർ എന്നുള്ള വേറൊരു ജെഫി എന്ന് പറഞ്ഞൊരു ആക്ടറാണ് ഹീറോ ആയിട്ടുള്ള. ഈ രണ്ട് പടവും നാട്ടിലെ ഷൂട്ട് ചെയ്തത്. ഗ്രഹണം മാത്രമാണ് സിംഗപ്പൂരിൽ നിന്ന് ഷൂട്ട് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്ത സിംഗപ്പൂരിലാണ്. ഇപ്പം എനിക്ക് കൂടുതൽ വർക്ക് വരുന്നത് നാട്ടിൽ നിന്നാണ്. ശരി. ഈ ഗ്രഹണം എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിലുണ്ടല്ലോ. ഞാൻ യൂട്യൂബിലാണ് ആക്ച്വലി കണ്ടത്. ആ സമയത്ത് ഇറങ്ങി അത് ഞങ്ങൾ OTT പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഫ്യൂ മന്ത്സിന് ശേഷം അത് യൂട്യൂബിൽ വന്നു. ഇപ്പം ഗ്രഹണം ആക്ച്വലി ഇപ്പം പാൻ ഇന്ത്യൻ ആണ്. ഇപ്പോൾ സിനിമ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ, തമിഴിൽ, തെലുങ്കിൽ, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, ഈ 6 ഭാഷകളിൽ ഇപ്പോൾ ആക്ച്വലി ഈ പടം യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഗൈസ്, ഇത് ഗ്രഹണത്തിൻ്റെ യൂട്യൂബ് ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഓൺ ദാറ്റ് വൺ. പ്ലീസ് ഡു വാച്ച്. അത് കണ്ടിട്ട് റിവ്യൂ പറയണം. ചീത്ത വിളിക്കരുത്. അത് ചെയ്തിരിക്കും. ചീത്ത വിളിക്കല്ല, കമന്റ് ചെയ്തിരിക്കും. അപ്പോൾ എന്തായാലും യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന കൂടുതൽ ഗ്രഹണം മാത്രമല്ല, ജിബു ജോർജ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പടങ്ങൾ വരും. ധ്രുവങ്ങൾ 2 എന്ന് പറഞ്ഞൊരു മലയാളം ഫിലിമുണ്ട്. ഒരു പുതുനിറ, ഞാൻ പറഞ്ഞ ഒരു പുതുനിറമുണ്ട്. സിംഗപ്പൂർ ഫ്ലയർ എന്ന് പറഞ്ഞിട്ട് K. രാജഗോപാലിന്റെ ഫിലിംസ് ഉണ്ട്. ഇതെല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ എല്ലാ ലിങ്ക് കൊടുക്കാം. നമുക്കത് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാണട്ടെ. അതൊക്കെ പോട്ടെ, അതിന്റെ ഇടയ്ക്ക് ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു ജേർണി എങ്ങനെയാണ് കിട്ടിയെന്ന് പറഞ്ഞു? അല്ല, ഞാൻ പറഞ്ഞ കിട്ടിയിട്ട് അതിന്റെ പോസ്റ്ററൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അതിന്റെ ഒരു ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്? ഇത് നമ്മുടെ കിലുക്കത്തിലെ ഇന്നസേട്ടൻ ചെയ്ത സെയിം സാധനമാണ്. മറ്റേ ഇങ്ങനെ നോക്കിട്ട് പോരട്ടെ, മറ്റേ നമ്പർ പറയത്തില്ലേ, അടിച്ചു പോനെ. ശരിക്കും അതുപോലെയാണ് സംഭവം. സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ നാട്ടില്, എനിക്കറിയത്തില്ല സത്യമാണോ, അവാർഡൊക്കെ കൊടുക്കുന്നേരം നേരത്തെ അറിയാന്നുള്ളത്. എന്നിട്ട് ആ ദിവസം അനൗൺസ് ചെയ്യും, അയ്യോ എനിക്കോ ഇന്നോ നാളെയോ ഇതൊക്കെ പറഞ്ഞു. ഇതായിരുന്നു എന്റെയും തോട്ട്. ചിലപ്പോൾ അത് അങ്ങനെയുള്ള അവന്യൂസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൽ കംപ്ലീറ്റ്ലി അങ്ങനെയുള്ളതായിരുന്നു. കാരണം ഞാൻ വീൽ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തത് എൻ്റെ ഇടയ്ക്ക്. ഒരു ഇംഗ്ലീഷ് ഷോർട്ട് ഫിലിമാണ്. റിജിത് മോഹൻ എന്ന് പറഞ്ഞാണ് ഡയറക്ട് ചെയ്തത്. റിജിത് മോഹൻ എന്നാണ് ഡയറക്ടറിൻ്റെ പേര്. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു. നല്ല പ്രൊഡക്ഷൻ ബഡ്ജറ്റിലൊരു വർക്ക് ആൻഡ് ദെൻ ഒരു സിനിമാറ്റിക് ഫിലിം, സോഷ്യൽ ഡ്രാമയായിരുന്നു. പ്യൂർലി സിംഗപ്പൂർ ബേസ്ഡ് ഒരു സിനിമയാണ്. അതിൻ്റെ ക്യാരക്ടർ ഇതുപോലെ ലാസ്റ്റ് മിനിറ്റ് വേറൊരു ആക്ടർ ചെയ്യാനിരുന്നതാണ്. ലാസ്റ്റ് മിനിറ്റ് സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് 2 ആഴ്ച മുമ്പാണ് എന്നത് വന്നത്. 2 ആഴ്ച ഇല്ല, ആക്ച്വലി ടെക്നിക്കൽ 1 ആഴ്ച മുമ്പാണ്. എനിക്ക് വേണ്ടി 1 ആഴ്ച എക്സ്റ്റെൻഡ് ചെയ്തു. ബിക്കോസ് അതിനുവേണ്ടി കുറച്ച് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമായിരുന്നു ബോഡി. രജിത്തിന് ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ് വേണമായിരുന്നു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. ഇത്ര വെയിറ്റ് ഉണ്ടാകാൻ പാടുള്ളൂ, ഇങ്ങനെ ലുക്ക് ഉണ്ടാവണം, ഇത്ര ലീൻ ആയിരിക്കണം ബോഡി. ആ സമയത്ത് ഞാൻ അങ്ങനെ ജിമ്മിൽ നിന്ന് അത്ര വർക്കൗട്ട് ചെയ്യുന്ന കൊടുത്തില്ലല്ലോ. അപ്പോൾ രജിത്ത് ഒരു സുപ്രഭാതത്തിൽ എന്നെ വിളിച്ച് പറഞ്ഞു, ഫുള്ള് സ്റ്റോറി എന്നോട് പറയുന്നു. സുപ്രഭാതമല്ല, രാത്രി 10:30 വീണ്ടും താഴെ വന്നിട്ട് പറയും, നീ എന്തൊടുക്കുക? ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിലുണ്ട്. ഉറങ്ങിയില്ലെങ്കിൽ താഴോട്ട് വന്നു. ഞങ്ങൾ 2 ഒരു മാഗ്നയിൽ പോയിരിക്കുന്നു, കോഫി കുടിക്കുന്നു. പുള്ളി ഇങ്ങനെ, ഞാൻ എൻ്റെ കയ്യിലൊരു സ്റ്റോറിയാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി സ്റ്റോറി ഇങ്ങനെ പറയുന്നത്. ഫസ്റ്റ് ഷോട്ട് തൊട്ട്
എൻഡിങ് ഷോട്ട് വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം എങ്ങനെയുണ്ട് സ്റ്റോറി, ഞാൻ പറഞ്ഞു അടിപൊളി സ്റ്റോറി, ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയാം ഞാനല്ല ചെയ്യുന്നുള്ളൂ, കാരണം നമുക്ക് ഓൾറെഡി അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പം എന്നോട് അടുത്ത ക്വസ്റ്റ്യൻ പുള്ളി ചോദിക്കുന്നത് നിനക്കിത് ചെയ്യാമോ? അപ്പം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഇതിൻ്റെ അകത്ത് ആകെ 4 ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഒരു ഹീറോ, ഒരു ഹീറോയിൻ, ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ, പിന്നെ ഒരു ബാർ അറ്റൻഡർ. പുള്ളി എന്നെ ഇനി ബാർ അറ്റൻഡറായിട്ടാണ് വിളിക്കുന്നത്, അപ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യനായിട്ടാണ് വിളിക്കുന്നത്. എനിക്ക് ക്ലിക്കായില്ല പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഇതിൽ ഏത് റോളാണ് ഞാൻ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ ആദി എന്ന് പറഞ്ഞ റോൾ. ആദി എന്ന് പറഞ്ഞ അതിൽ മെയിൻ ക്യാരക്ടർ അതാണെന്ന് പറഞ്ഞു. അവൻ പുള്ളി അതിനുള്ള ഒരു റീസൺ പറഞ്ഞു എന്തുകൊണ്ട് എന്നിലേക്ക് വന്നു എന്നുള്ളത്. അപ്പോൾ ഞാനത് ഈ പറഞ്ഞ പോലെ തന്നെ അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ വീണ്ടും കാണും. ഞാൻ പറഞ്ഞ എൻ്റെ വർക്കുകളൊക്കെ ദൈവം അനുഗ്രഹിച്ച് എനിക്കായിട്ട് കൊണ്ട് തരുന്ന പോലെയാണ്, ലൈക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ആരുടെയും പുറകെ നടന്ന് കാല് പിടിക്കാതെ തന്നെ വർക്കുകൾ വരുന്നത് ഭാഗ്യമാണ്, ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമാണ്. ആ പടത്തിനാണ് എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത്. ഞാനത് രജിത്തിനോട് എപ്പോഴും പറയും, ലാസ്റ്റ് മിനിറ്റ് വന്ന കോളാണ്. അതിനുവേണ്ടി ഞാനൊരു 2-3 വീക്സ് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. കാരണം ഈ പറയുന്ന സ്പെസിഫിക് റിക്വയർമെൻറ്റിലേക്ക് എത്താൻ വേണ്ടി ജീവിതത്തിൽ ജിമ്മിൽ പോയിട്ടുള്ള ഞാനൊരു 3-4 ആഴ്ച കണ്ടിന്യൂസ് ജിമ്മിൽ പോയി വെയിറ്റ് ലോസ് ചെയ്തു, ഭയങ്കര സ്ട്രിക്റ്റ് ഡയറ്റിലായി, ബോഡി ട്രിം ചെയ്യാൻ അത്യാവശ്യം വയറൊക്കെ ഉണ്ടായിരുന്നു, വയറൊക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു. ഒരു ഷർട്ട്ലെസ് സീനും അങ്ങനെ 1-2 സീൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഷർട്ട് വരുമ്പം വയറ് കാണാൻ പാടില്ല. അങ്ങനെ ദൈവത്തിൻ്റെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് ഞാൻ ആ ക്യാരക്ടറിലേക്ക് കയറി. അത് ക്യാരക്ടർ ഭയങ്കര കോംപ്ലക്സ് ക്യാരക്ടറാണ്. സെയിം നമ്മുടെ പറയുന്ന പോലെ മൾട്ടിപ്പിൾ ലേയേഴ്സ് ഉള്ള ക്യാരക്ടറായിരുന്നു. സെയിം കൈൻഡ് ഓഫ് ഡിപ്രഷൻ റിലേറ്റഡ് സാധനമാണ്. എനിക്ക് തോന്നുന്നു ഈ ആൾക്കാരെ മൂവ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, ലൈക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് ഡെലിവർ ചെയ്യാൻ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രോബ്ലി അതായിരിക്കാം ഇതിൻ്റെ അകത്തെയും ഇതിൻ്റെ നുവാൻസസ്. ബേസിക്കലി ഈ ഫിലിം ഒരുപാട് ഫെസ്റ്റിവലിന് പോയിട്ടുണ്ട്. രജിത്തിന് പല ഫെസ്റ്റിവൽസിന് അവാർഡ് കിട്ടി. ബെസ്റ്റ് ഫിലിമിന് കിട്ടി, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫറിന് കിട്ടി, ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ആക്ടേഴ്സിന്. എൻ്റെ കോ സ്റ്റാറായിട്ട് ജയറാം ചേട്ടന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ബാഴ്സലോണ ഫിലിം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലായിരുന്നു വൺ ഓഫ് ദ പ്രസ്റ്റീജിയസ് ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ അതിന് അയച്ചപ്പോഴേ രജിത്തിനോട് പറഞ്ഞാൽ ഇത് ഫിലിം ബെസ്റ്റ് കാറ്റഗറിയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ആകുന്നുണ്ട് എന്ന് അവിടുന്ന് ഇൻഫോം ചെയ്തു. കാരണം അത്രയും സ്ക്രീൻ ചെയ്യുമ്പം 2000+ സംതിങ് ഫിലിം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. ഫിലിം എന്തായാലും ബെസ്റ്റ് ഫിലിം കാറ്റഗറിയിൽ വരുന്നുണ്ടല്ലോ. പിന്നെ ഒരു ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് രജിതന്നെ വിളിച്ച് പറഞ്ഞത്, എടാ വേറൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താ? നിനക്ക് ബെസ്റ്റ് ആക്ടർ കാറ്റഗറിയിലേക്ക് നോമിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. നോമിനേഷനാണ് പറയുന്നത്. അപ്പം അവാർഡ് നമുക്ക് നേരത്തെ അറിയത്തില്ലോ, നോമിനേഷൻ. അപ്പം ഞാൻ പറയുന്നത് ഞാൻ ബെസ്റ്റ് ആക്ടർ അവാർഡ്, ഓക്കെ ഫൈൻ ഗുഡ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ? വെച്ചാൽ നിന്ന സ്ഥലത്ത് വന്ന് എന്നിട്ട് ചാടി അങ്ങനെയൊക്കെ? അല്ല, അങ്ങനെയല്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എക്സൈറ്റഡ് എന്ന് പറയാൻ വേണ്ടി തുള്ളിച്ചാടുള്ള എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എന്താണ്, അവിടെ ഇത്രയും വേൾഡ് സിനിമാസ് വരുന്നതാണ്, പല ലാംഗ്വേജസ് ആണ്, സ്പാനിഷും കൊറിയൻസും എല്ലാം വരുന്ന പടമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ പടം ഷോർട്ട് ലിസ്റ്റ് ആയി എന്ന് പറയുന്നതിന് വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ സിംഗപ്പൂരായിരുന്നു. ആ സമയത്ത് സിംഗപ്പൂരാണ്. അപ്പം ഇത് ബെസ്റ്റ് ഫിലിമിനും ബെസ്റ്റ് ആക്ടറിനുമുള്ള നോമിനേഷൻ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താണ്, ഇത്രയും പടങ്ങൾ വരുന്നു, ഇത്രയും പേര് ഷോർട്ട് ലിസ്റ്റ് ആകുന്ന കൂട്ടത്തിൽ ഒരു വൺ ഓഫ് ദ നോമിനേഷൻസ് ആയി. നോമിനേഷൻസ് എത്രയും പേരാണല്ലോ, പല റൗണ്ട്സിൽ നമ്മൾ നോമിനേഷൻ വരില്ല. അപ്പം ഞാൻ വാസ് ലൈക്ക് ഓക്കെ, നമ്മൾ ഭയങ്കര എക്സ്പെക്ടേഷൻസ് വെക്കുന്നില്ല. അപ്പം ഞാൻ ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഗുഡ് തിങ്, നമുക്ക് അറ്റ്ലീസ്റ്റ് പറയാമല്ലോ നോമിനേഷൻ ഉണ്ടായിരുന്നു പറയാം. അപ്പം രജിത്ത് ഡിസൈഡ് ചെയ്യുന്നു പോകുന്നു, സ്പെയിനിൽ പോകുന്നുണ്ട്, കാരണം ഇൻവിറ്റേഷൻ ഉണ്ട്. ജയറാം ചേട്ടൻ കോ ആക്ടർ, ജയറാം ചേട്ടൻ പറഞ്ഞ പുള്ളിയും പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എടാ നമുക്ക് പോയിട്ട് വരാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് സ്പെയിൻ ഇവിടെ കിടക്കുന്നു, സ്പെയിൻ വരെ പോകാൻ ഒരു ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ വരും. നമ്മൾ ആ കൂടി പോകുന്നത് ഇവിടുന്ന് IFFKയിലും കൊൽക്കത്ത ഇൻ്റർനാഷണൽ ഫെസ്റ്റ് അവിടെ വരെയൊക്കെ നമ്മൾ ഇന്ത്യയിലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ സിംഗപ്പൂരിൽ ഫെസ്റ്റിവലുകൾ. പക്ഷേ സ്പെയിനിൽ പോയി ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാന്നുള്ള എൻ്റെ കോൺസെപ്റ്റേ ഇല്ല. അപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞിട്ട് രജിത്ത് ഞാൻ അവിടെ വരെ വരണോ അതിന് വേണ്ടി. അപ്പോൾ ഇവരെന്തായാലും പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും പോയില്ല. നമ്മുടെ ഫിലിം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ സ്ക്രീൻ ചെയ്യുമ്പോൾ നമുക്ക് അവാർഡ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ജസ്റ്റ് ഗോ ആൻഡ് കം. അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ, അതൊരു ഇൻ്റർനാഷണൽ മീഡിയയിൽ വരുന്നൊരു സാധനമാണല്ലോ. ദെൻ അങ്ങനെ ഒരു കോളിൽ പോയതാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പിന്നെ കിട്ടിയില്ലെങ്കിലും നമുക്ക് അവിടെ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ. ഞാൻ വിചാരിച്ചത് എന്താണ്, കുറേ നാളുടെ എനിക്ക് യൂറോപ്പ് പറയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇതിൻ്റെ റീസൺ. അതായത് ഫെസ്റ്റിവൽ കാണാൻ പോകണം, നമ്മുടെ പടം നോമിനേഷൻ ഉണ്ട്, എനിക്ക് നോമിനേഷൻ ഉണ്ട്. അത് കിട്ടിയില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളൊക്കെ വരാം. അതൊരു എക്സ്ക്യൂസാണ് വീട്ടിൽ ചാടാൻ. അപ്പം അങ്ങനെയാണ് എൻ്റെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് പോകുന്നത്. നമ്മൾ ചെല്ലുന്നു, അവാർഡിൻ്റെ ഡേയിലാണ് നമുക്ക് സ്ക്രീനിങ് ഉണ്ട്. നമ്മുടെ പടം ഓൾമോസ്റ്റ് ലാസ്റ്റ് ഫ്യൂ ഫിലിംസാണ് സ്ക്രീൻ ചെയ്തത്. സ്ക്രീനിങ് കഴിയുന്നു, നല്ല അപ്രിസിയേഷൻ അവിടെ വരുന്നു. അങ്ങനെ നമ്മൾ റെഡ് കാർപ്പറ്റ് ഇവൻറ്റ് കഴിഞ്ഞിട്ട് അവാർഡ് ഫംഗ്ഷന് വെയിറ്റ് ചെയ്യുകയാണ്. ഓരോ കാറ്റഗറീസ് അവാർഡ് അനൗൺസ് ചെയ്യുന്നു, പോകുന്നു, നമ്മൾ ക്ലാപ്പ് ചെയ്യുന്ന ഇങ്ങനെ ഇരിക്കുന്നു. ആൻഡ് ദെൻ നമ്മുടെ കാറ്റഗറി വന്നു. ആദ്യം മറ്റേ ബെസ്റ്റ് ഫിലിമിൻ്റെ കാറ്റഗറിയാണ്. ബെസ്റ്റ് ഫിലിം കാറ്റഗറി വന്നു. നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നത് വീലിൽ എന്തായാലും, കാരണം എനിക്ക് ഭയങ്കര ഹൈ ഹോപ്പായിരുന്നു ആ പടത്തിൽ ബെസ്റ്റ് കിട്ടുന്നു. അതിന് വന്നില്ല. അപ്പോൾ നമ്മൾ നമുക്കറിയത്തില്ല ബെസ്റ്റ് ആക്ടർ ഏറ്റവും ലാസ്റ്റിലാണ് പറയുന്നത്. ലാസ്റ്റ് അവാർഡാണ് ബെസ്റ്റ് ആക്ടർ. എന്നിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഡിസപ്പോയിൻ്റ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ബെസ്റ്റ് ഫിലിമിന് കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നും കാണാൻ വഴിയേ ഇല്ല, ചാൻസേ കിടക്കാതെ ആ സാധനമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു. അപ്പം പിന്നെ അടുത്ത ദ ബെസ്റ്റ് ആക്ടർ നോമിനേഷൻസ് ദ നോമിനീസ് ആണെന്ന് പറഞ്ഞിട്ട് 7 ഫോട്ടോസ് ഇങ്ങനെ വരുന്നു. അപ്പം ഞാനിങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഓക്കെ
എന്ന് പറഞ്ഞപ്പോൾ റെക്കോർഡ് ചെയ്യാണ്. കാരണം എൻ്റെ ഫിലിം സ്ക്രീനിൽ വരുന്നുണ്ട്, എൻ്റെ ഫോട്ടോ സ്ക്രീനിൽ വരുന്നുണ്ടല്ലോ, ജിബു ജോർജ് ദി വീൽ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ദ വിന്നർ ഈസ് ജിബു ജോർജ് ദി വീൽ എന്ന് പറയുമ്പോൾ അടിച്ചു മോനെ ഈ സാധനമാണ് എനിക്ക്. അപ്പം മൊബൈലൊക്കെ ഇങ്ങനെ എടുത്ത് എറിഞ്ഞിട്ട് എടാ പിടിയടാ എന്ന് പറഞ്ഞ് മൊബൈൽ എടുത്ത് കൊടുക്കുന്നു, ഓടി ചെല്ലുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വിന്നിങ് സ്പീച്ച് ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തില്ല. കാരണം എനിക്ക് ഈ കാര്യത്തിൽ വലിയ ഹോപ്പ് ഇല്ലായിരുന്നു. കാരണം വേൾഡ് സിനിമയ്ക്ക് എടുക്ക് പോകുമ്പോൾ ഇത്രയും നല്ല നല്ല സിനിമകളും ആക്ടേഴ്സ് വരുമ്പം എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. ഞാൻ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ്. എല്ലാ ആക്ടേഴ്സും അവരുടെ സെൽഫ് ക്രിറ്റിക്സ് ആണല്ലോ ശരിക്കും പറഞ്ഞാൽ. എല്ലാ ആക്ടേഴ്സും സെൽഫ് ക്രിറ്റിക്സ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അവരാണ്, കാരണം അവരൊരിക്കലും അവരുടെ വർക്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ, അവർ നന്നായിട്ട് ചെയ്യാം. അപ്പം എൻ്റെ തോട്ടം ഇതായിരുന്നു, എനിക്ക് ആ ക്യാരക്ടർ കുറച്ച് നന്നായിട്ട് ചെയ്യാമായിരുന്നു, അതിന് അവാർഡ് കിട്ടാൻ സാധ്യതയില്ല. ഇതായിരുന്നു എൻ്റെ തോട്ടം മൊത്തം. കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സാധനമാണ് ഞാനിങ്ങനെ എന്ത് ചെയ്യണം, സ്റ്റേജ് എന്നിട്ട് എങ്ങനെ പറഞ്ഞു തുടങ്ങണം, ഇവിടെ ആരോട് നന്ദി പറയണം, ആരോട് ഇങ്ങനെ നമ്മളിപ്പോൾ സ്പീച്ച് കൊടുക്കണമായിരുന്നു അവിടെ. സ്പീച്ച് കൊടുക്കണമായിരുന്നു, സ്പീച്ച് ഉണ്ടായിരുന്നു. അതപ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തോ നമ്മുടെ സ്പീച്ച്? ഇല്ല അങ്ങനെ പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇല്ല, ഞാനിത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ട് പ്രിപ്പയർ. എനിക്ക് ആ കൂടി അറിയാവുന്ന എനിക്ക് ഞാൻ ആ കൂടി വിചാരിച്ചെന്താണ് ചെന്ന് കയറുമ്പോൾ ഓക്കെ താങ്ക് യു മൈ ഫാമിലി, താങ്ക് യു ഇത്രയാണ് ഉദ്ദേശിച്ചത്. അവിടെ ചെന്നത് എന്തോ ഹരിപറക്കി പഠിച്ച് പറഞ്ഞു. അത് ഭയങ്കര എക്സ്പീരിയൻസ്. ഞാൻ ഒരിക്കലും പല ഫെസ്റ്റിവൽസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ തന്നെ എൻ്റെ തന്നെ പടം സ്ക്രീൻ ചെയ്യുന്നൊരു ഫെസ്റ്റിവൽ, അതിൽ ബെസ്റ്റ് ആക്ടർ കിട്ടുക എന്നുള്ളൊരു എക്സ്പീരിയൻസ്, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലത്തെ മീഡിയാസ് അതിന് ഭയങ്കര കവറേജ് വന്നു. മലയാള മനോരമയുടെ പ്രിൻ്റർ പേപ്പറിൽ വന്നു, ഓൺലൈൻ വന്നു, ടൈംസ് ഓഫ് ഇന്ത്യ, ദീപിക, അങ്ങനെ ഒരുപാട് നല്ല നല്ല മീഡിയാസ്, ന്യൂസ് 24/7, ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ചാനലിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഞാൻ ഇതുവരെയും ചെയ്ത വർക്കിനേക്കാട്ടിലും ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയൊരു വർക്കായിരുന്നു വീല്. അതും അൺഎക്സ്പെക്റ്റഡ്ലി വന്നൊരു പ്രൊജക്റ്റ്, അൺഎക്സ്പെക്റ്റഡ്ലി വിൻ ചെയ്തൊരു ബെസ്റ്റ് ആക്ടർ, അൺഎക്സ്പെക്റ്റഡ്ലി അതിനൊരു റീച്ച് കിട്ടി, വിച്ച് ഇസ് വെരി ഗുഡ്. അത് കാരണം എനിക്ക് വേറൊരു ഭയങ്കര ലക്ക് വന്നതെന്ന് പറയാൻ ബ്ലസ്സി സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റി. ബ്ലസ്സി സാറ് തിരുവല്ലക്കാരനാണ്. അപ്പം ഇത് മലയാള മനോരമ പേപ്പറിൽ അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ബ്ലസ്സി സാർ മർത്തമക്കാരൻ. അപ്പം ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോയപ്പോൾ എനിക്ക് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ചെറിയൊരു അപ്രിസിയേഷൻ പോലെ, ഒരു ആദരവ് പോലെ തന്നിട്ടുണ്ട്. അപ്പം ആടുജീവിതത്തിൽ അഭിനയിച്ച ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിയോടും ചോദിച്ചു ഏതൊക്കെ വർക്കാണെങ്കിലും ചെയ്യുന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് നാട്ടിൽ കുറച്ച് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നോട് എടുത്ത് പോയി ചോദിച്ചു നീ ബ്ലസ്സി സാറിനെ മീറ്റ് ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ എനിക്ക് ബ്ലസ്സി സാറിനെ മീറ്റ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഒന്ന് പോയിക്കാന്ന് പറഞ്ഞു. പുള്ളി വിളിച്ച് പറയുന്നു സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പം ഈ പേപ്പറിൽ നാട്ടിലായിരുന്ന സമയത്ത് ഈ അവാർഡ് കിട്ടിയ ഇമ്മീഡിയറ്റ്ലി ഞാൻ നാട്ടിൽ പോയി ആ സമയത്താണ്. അപ്പോൾ ആ ഇന്റർവ്യൂ പോയത്. അപ്പോൾ കുറേ മീഡിയ കവറേജ് ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. ഇന്റർവ്യൂസ് ഉണ്ടായിരുന്ന സമയത്തെല്ലാം റേഡിയോസിലുണ്ടായിരുന്നു, ടി വിയിലുണ്ടായിരുന്നു, പിന്നെ പേപ്പറിലൊക്കെ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു. അതെല്ലാം കവർ ചെയ്യാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്ലസ്സി സാറിനെ കാണാൻ പോയി. ബ്ലസ്സി സാറിൻ്റെ ബ്ലെസ്സിങ് കിട്ടി ശരിക്കും പറഞ്ഞാൽ. പുള്ളിയുടെ വീട്ടിൽ പോയി ഞങ്ങളൊരു 2 മണിക്കൂർ സംസാരിച്ചു. ദാറ്റ് വാസ്, അത് തന്ന സൗഭാഗ്യമാണത്. ബ്ലസ്സി സാറിനെ കണ്ട് ഞാൻ തിരിച്ചു പോരുന്നു. അപ്പം ഏതെങ്കിലും കാലത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുള്ള എൻ്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. എൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂ വീക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും സാർ എന്നെ വിളിക്കുന്നു. എന്നെ വിളിച്ചിട്ട് പറയുന്നു ആടുജീവിതത്തിൻ്റെ ഒരു പ്രൊമോഷൻ സോങ്, എ ആർ റഹ്മാൻ സാറിൻ്റെ ഒരു സോങ് ഉണ്ട്, അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞങ്ങൾ പല കൺട്രീസിൽ എടുക്കുന്നുണ്ട്, സിംഗപ്പൂരിൽ നിന്ന് ഒരു ചെറിയ പോർഷൻസ് ചെയ്ത് തരാൻ പറ്റുമെന്ന്. അപ്പോൾ നമ്മളോട് സാറും ചോദിക്കേണ്ട കാര്യം പോലുമില്ല, നമ്മൾ പറയുകയാണ് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ സാർ എന്തുകൊണ്ട് ചെയ്തു തരാൻ പറ്റത്തില്ല, ഞാൻ ചെയ്ത് ആ ഇതിൽ നമ്മൾ ചെയ്തെന്ന് ചോദിച്ചാൽ മതി. അങ്ങനെ സാറ് ചോദിച്ചു, ഞാൻ ചാടി കയറി ഓക്കെ പറഞ്ഞു. എനിക്കിത് എങ്ങനെ ചെയ്യണമെന്ന്, എങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒന്നും ചോദ്യത്തിന് മുമ്പേ ഞാൻ പറഞ്ഞു സാർ ഞാൻ എന്തായാലും ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ പുള്ളിയുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സിനെ കണക്ട് ചെയ്ത് തന്നു, അതിൻ്റെ കൊറിയോഗ്രാഫി സെറ്റ് ചെയ്യാനുള്ള സാധനം തന്നു, പാട്ടിൻ്റെ ബിറ്റ്സ് തന്നു. അങ്ങനെ നമ്മളിത് സിംഗപ്പൂരിൽ നിന്ന് ഒരു ചെറിയ സെഗ്മെൻറ്റ് ഷൂട്ട് ചെയ്തു. അപ്പോൾ അത് സിനിമയിൽ വരുമോ എന്നുള്ളതും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എനിക്ക്, കാരണം നമ്മൾ ചെറിയ സാധനങ്ങൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. പക്ഷേ ആ പോർഷൻസ് എ ആർ റഹ്മാൻ സാറിൻ്റെ സോങ്ങിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ കൺട്രോൾ, ഓട്ടോറിറ്റീസിനെ അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റിയത് വലിയൊരു, അങ്ങനെ ആടുജീവിതം പോലെ ഇത്രയും ഒരു മാഗ്നം ഓപ്പസിൻ്റെ ഒരു പ്രോജക്റ്റിൽ ചെറിയ രീതിയിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ആകാൻ പറ്റുക എന്നുള്ളത് വലിയ ബ്ലെസ്സിങ് ആയിട്ടായിരുന്നു. അപ്പോൾ അതും ഈ വീല് കൊണ്ടുവന്ന ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ഞാൻ ദുൽഖർ സൽമാൻ കേട്ടപ്പോൾ തന്നെ സൂപ്പർ എക്സൈറ്റഡ് ആയി. നമ്മുടെ മെഗാ സ്റ്റാർ ബാക്കി കിട്ടുന്നില്ല. ഇപ്പോഴും ഞാൻ ആ ഇൻ്റർവ്യൂ ഓർക്കുമ്പോൾ എൻ്റെ ആദ്യം മനസ്സിൽ വരുന്ന അന്നത്തെ ആ ചമ്മലാണ്, മോനെ കണ്ടിട്ട് എനിക്ക് യേശു ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നത്. അപ്പം ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ദുൽഖർ സൽമാനായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ, അതെന്താ സംഭവം? ദുൽഖർ സൽമാൻ നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്താണോ നിങ്ങൾ ദുൽഖർ സൽമാൻ ഇൻ്റർവ്യൂ ചെയ്തോ? ഇല്ല, ഞാൻ വീഡിയോ കണ്ടതാ കേട്ടോ. റോൾ ചെയ്താണല്ലേ, എന്നാലും പറയാം. ദുൽഖർ സൽമാൻ ഞാനാണ് ഇൻ്റർവ്യൂ ചെയ്തത്. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചമ്മി ഒരു സിറ്റുവേഷൻ ഇല്ല. ദുൽഖർ സൽമാൻ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഞാനിവിടെ ഇൻ്റർവ്യൂസ് തുടങ്ങിയ സമയമാണ്. ഏഷ്യനെറ്റിൽ ആങ്കറായിട്ട് എടുത്തിട്ട് സിംഗപ്പൂർ തുടങ്ങിയ സമയത്താണ്. സിംഗപ്പൂരിൽ അവരുടെ സോളോ എന്ന് പറഞ്ഞ പടം പ്രൊമോഷൻ വേണ്ടി വന്ന സിംഗപ്പൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ദുൽഖർ സൽമാനും നേഹ ശർമ്മയും കൂടെ അതിൻ്റെ പ്രൊമോഷൻ വന്ന സമയമാണ്. അപ്പം ഞാനിങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് വളരെ തുടക്കക്കാരൻ, ഒരു 5-6 വർഷം മുമ്പത്തെ കഥയാണ്.
അപ്പം എന്നോട് തലേന്ന് വിളിച്ച് പറയുന്നു നാളെ ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ കിട്ടാൻ സാധ്യതയുണ്ട് ദുൽഖർ സൽമാനാണ്. അപ്പോൾ ഞാൻ ദുൽഖർ സൽമാൻ എന്ന് കേട്ടപ്പോൾ തന്നെ സൂപ്പർ എക്സൈറ്റഡ് ആയി. കാരണം ഇങ്ങനെ ചാർലിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരിക്കുന്ന സമയം കട്ട ഫാനാണ്. അപ്പം പുള്ളിയെ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. സാധാരണ ഞാൻ ഇൻ്റർവ്യൂസ് പോകുന്ന കുറച്ച് പ്രിപ്പയർഡ് ഒക്കെ ആയിട്ടാണ്. ഇത് തലേന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ്, ഓക്കെ ചെല്ലുക, എന്തെങ്കിലുമൊക്കെ ചോദിക്കുക, പറയാ, പോരുക എന്നുള്ളതാണ്. പിന്നെ ഈ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രീ കോവിഡ് സമയമായതുകൊണ്ട് എല്ലാ ദിവസം ഓഫീസിൽ പോകണം. ഒരു പ്രൊഡക്ഷൻ ഇഷ്യൂവിന് സ്റ്റക്കായി അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഓടി പോവാണ് പുള്ളി ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അപ്പോഴും പോകുന്ന സമയത്ത് നമുക്ക് ഉറപ്പൊന്നുമില്ല ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഇൻട്രൊഡക്ഷൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മലയാള സിനിമയിലെ സുന്ദരന്മാരിൽ സുന്ദരനായ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അത്രയും തന്നെ സുന്ദരനായ അപ്കമിങ് സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാനാണ് നമ്മുടെ അതിഥി ഇന്നത്തെ. ഇതാണ് ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത്. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 50 പ്രാവശ്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രതീക്ഷ മൊത്തം ഞാൻ ഈ ഇൻട്രൊഡക്ഷനിൽ ദുൽഖറിനെ ഫ്ലാറ്റ് ആകും. പുള്ളി വിചാരിക്കും, ഓ ഇവൻ കൊള്ളാമല്ലോ, ഈ സാധനമായിരിക്കും വരാൻ പോകുന്നതെന്നുള്ളതാണ് ഇംപ്രഷനിൽ ഞാൻ പോകുന്നത്. അവിടെ ചെന്നു ഫുള്ളട്ടൺ ഹോട്ടലിലാണ്. ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ടീംസ് എല്ലാം വന്നിട്ട് കുറേ ഇൻ്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. 1 മണിക്കൂറായി 2 മണിക്കൂറായി ടെൻഷനായി പുള്ളി ലാസ്റ്റ് മിനിറ്റിൽ പുള്ളിയും ഡിക്കും നേഹാശനും കൂടെ ഗ്രാൻഡ് എൻട്രി വന്നിരുന്നു. എനിക്കാണ് ഏറ്റവും ആദ്യം ഇൻ്റർവ്യൂ എടുക്കാനുള്ള സാധനം വന്നത്. അപ്പോൾ ഞാൻ വളരെ കൂളായിട്ടൊക്കെ പോയിരുന്നു. ഞാനിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ തുടങ്ങുകയാണ്. സുന്ദരന്മാരിൽ സുന്ദരനായ നമ്മുടെ മെഗാസ്റ്റാർ, ബാക്കി കിട്ടുന്നില്ല. ഇങ്ങനെ അന്ന് പേപ്പറിൽ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഞാനിങ്ങനെ മനപ്പാടം പഠിച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആയിപ്പോയതാണ്. എനിക്ക് വാക്കുകളൊന്നും വരുന്നില്ല. കാരണം പുള്ളിയെ കണ്ട ഒരു ഇതിലും നേഹാ ശർമ്മ ഇരിക്കുന്നു, ബാക്കി കുറേ ആൾക്കാർ എന്നെ നോക്കിയിരിക്കുന്നു. എനിക്കതങ്ങോട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ 1 പ്രാവശ്യം തെറ്റിച്ചു, 2 പ്രാവശ്യം തെറ്റിച്ചു, ഒരു 8-10 പ്രാവശ്യം ആയപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ബ്രേക്ക് വേണം, ഒരു ഗ്ലാസ് വെള്ളം. എന്നിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെയാണ്. എൻ്റെ അറിവിൽ ഈ ആക്ടേഴ്സൊക്കെ ഷോർട്ട് ടേം ബേർഡാണ്, ഇറക്കി വിടും നമ്മൾ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഞാൻ പറയാം, എൻ്റെ മനസ്സിലിതാണ്, ഞാൻ ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പം അടുത്ത ഡയലോഗ് ദുൽഖറാണ് പറയാൻ പോകുന്നത്, ഇറങ്ങി പോടേ, ഇത് പറയാൻ നിർദ്ദേശിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ദുൽഖറിന് പറഞ്ഞു, സോറി, എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് സെലിബ്രിറ്റിയുടെ, ഇതുവരെയായിട്ട് ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, ഞാനൊരു വളരെ തുടക്കക്കാരനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുന്നത് പുള്ളി എന്നെ ചീത്ത പറയാം അല്ലെങ്കിൽ ഇറക്കി വിടുന്നുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ദുൽഖർ ആസ് എ ഹ്യൂമൻ എത്ര ഗ്രേറ്റ് ആണെന്നുള്ളതും ശരിക്കും പറഞ്ഞാൽ എത്ര സ്വീറ്റ് ഹാർട്ട് ആണെന്ന് നമുക്ക് മനസ്സിലായപ്പോഴാണ്. ശരിക്കും പറഞ്ഞാൽ പുള്ളി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇറ്റ്സ് ഓക്കെ മാൻ, നിങ്ങൾ വെള്ളം കുടിച്ചോ, ഇറ്റ്സ് ഓക്കെ, യു ജസ്റ്റ് സ്റ്റാർട്ടഡ്, വി ഹാവ് ഗോൺ ത്രൂ ദിസ് മെനി ടൈംസ് എന്ന് പറഞ്ഞ് പുള്ളി ആ ഹോൾ സിറ്റുവേഷനെ ലൈറ്റൻ അപ്പ് ചെയ്തു. എന്നിട്ട് ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തു. ആ ബ്രേക്കിന് സമയത്ത് പുള്ളിയുടെ സ്റ്റോറി പറയണം. പുള്ളിയുടെ ആദ്യത്തെ ഫിലിമായി സെക്കൻഡ് ഷോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഓപ്പൺ ഷൂട്ടുണ്ട്, പബ്ലിക് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഒരു ഷൂട്ട് ഉണ്ടായിരുന്നതിൽ പുള്ളിയുടെ ടേക്ക് ക്ലോസ് ടു 20 or 25 ഷോട്ട്സ് എങ്ങാണ്ട് പോയി, ടേക്സ് പോയി. അത്രയും ടേക്സ് എടുത്തതിൽ ഒരു 10-15 ടേക്ക് ആയപ്പോൾ തന്നെ ഓക്കെ ആയിരുന്നു പുള്ളിക്കറിയാം. പുള്ളി അപ്പം ഡയറക്ടറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും ടേക്സ് വീണ്ടും ചെയ്തത്. അപ്പം ഡയറക്ടർ പറഞ്ഞൊരു ഇതായിരുന്നു, ക്രൗഡിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ ദുൽഖറിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുന്നു. ആ ബുദ്ധിമുട്ട് ഇപ്പോൾ തന്നെ അങ്ങ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും റീഷൂട്ട് ചെയ്യിപ്പിച്ചെന്നുള്ളത്. സോ ടെക്നിക്കലി അങ്ങനെ ഒരു ജേർണി പുള്ളിക്കുണ്ടായിരുന്നു. സോ ഈ വാസ് ടെല്ലിംഗ് ദാറ്റ് എൻ്റെ ഫസ്റ്റ് ഫിലിമിൽ അത്രയും റീടേക്സ് ഞാൻ കൊടുത്ത ആളാണ്. സോ ദിസ് ഇസ് നത്തിങ്, ഡോണ്ട് വറി എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്തെ ഇപ്പോഴും ഞാൻ ആ ഇൻ്റർവ്യൂ ഓർക്കുമ്പോൾ എൻ്റെ ആദ്യം മനസ്സിൽ വരുന്ന അന്നത്തെ ആ ചമ്മലാണ്. പക്ഷേ അതാണ് എന്നെ ഇത്രയും സംസാരിക്കാൻ പഠിപ്പിച്ച ഒരു സിറ്റുവേഷൻ മൊമെൻ്റ് ഞാൻ പറയുന്നത്. അതായത് ചില ലൈഫിൽ ഒരു മൊമെൻ്റ് വരും. ആ സമയത്ത് ദുൽഖർ ഇപ്പോൾ എന്നോട് ദേഷ്യം വിട്ടിട്ട് ഇറങ്ങിപ്പോകാൻ പറയുമോ, അല്ലെങ്കിൽ ആരെയുടെ കൊണ്ട് നിർത്തിയേക്കെന്ന് പറഞ്ഞ് നമ്മളെ ഇൻസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫുൾ കോൺഫിഡൻസ് പോകും. അതായത് എനിക്ക് ഒരിക്കലും ഒരാളോട് സംസാരിക്കാനോ ഇൻ്റർവ്യൂ എടുക്കാനോ പറ്റത്തില്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ്നെസ് ആണ് അത്. അതിനെ ഭയങ്കര കൂളായിട്ട് ഹാൻഡിൽ ചെയ്ത് നമുക്ക് തരാനുള്ള റെസ്പെക്റ്റും തന്ന് നമ്മളെ കാം ഡൗൺ ചെയ്യിപ്പിച്ച് എന്നെക്കൊണ്ട് തന്നെ ആ കംപ്ലീറ്റ് സാധനം ചെയ്യിപ്പിച്ചിട്ടാണ് പുള്ളി വിട്ടത്. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ശരിക്കും അതിനുശേഷം ഒരൊറ്റ ഇൻ്റർവ്യൂവിലും ഇന്നേ വരെ ഞാൻ സ്റ്റക്കായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ദുൽഖർ സൽമാനൊക്കെ ആയിട്ട് കാണാൻ പറ്റില്ല. എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി പുള്ളി എപ്പോഴെങ്കിലും കാണാമെന്നുള്ളതും. ഈ സാധനം ഞാൻ പറഞ്ഞ് പുള്ളിയോട് റിമൈൻഡ് ചെയ്യുക. അപ്പം പുള്ളി എന്തായാലും എന്നെ ഓർക്കുന്നത് ഉറപ്പാണ്. കാരണം അന്നൊരു 10 പ്രാവശ്യം ഞാൻ പറഞ്ഞാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സുന്ദരനായ അപ്കമിങ് സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ, ദിസ് ഇസ് ജിബു ജോർ. ഈ സാധനം പറഞ്ഞ് പുള്ളി ഓൾറെഡി അത് തന്നെയാണോ പറഞ്ഞത്? അത് തന്നെ പറഞ്ഞു. അതാണ് അതിൻ്റെ രസം. ഇത് ഇത്രയും തെറ്റിച്ച സാധനം പുള്ളി നമ്മളെ കൂളാക്കിയതിന് ശേഷം ചെയ്തപ്പം ഒറ്റ ടേക്കിൽ ഓക്കെ. ഞാൻ ഓർക്കുന്നു നമ്മുടെ മലയാളികളെല്ലാം സുന്ദരന്മാരിൽ സുന്ദരനായ മെഗാസ്റ്റാറിൻ്റെ അത്രയും തന്നെ സുന്ദരനായ ഒരു യങ് സൂപ്പർ സ്റ്റാർ. യെസ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് DQ, അവർ ഓൺ ദുൽഖർ സൽമാൻ. അന്ന് മൊത്തം എത്ര ലിറ്റർ വെള്ളം കുടിച്ചു? അയ്യോ, അല്ല അത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. നമ്മൾ ആരാണേലും, ഇപ്പൊ നമ്മളൊക്കെ ആണേലും, ഇപ്പൊ ഞാനൊക്കെ ഫസ്റ്റ് ടൈം ഒക്കെ നമ്മളിങ്ങനെ ഈ ഓരോ വീഡിയോ ഈ ക്യാമറ ഒക്കെ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ കാണും. എസ്പെഷ്യലി നമ്മൾ ഈ വ്ളോഗിങ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു സ്ട്രേഞ്ചർ ക്രൗഡിലൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ നമ്മൾ ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ
നമുക്ക് ചുറ്റും ആരും ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ വീഡിയോ നേരെ അങ്ങ് വീഡിയോ അങ്ങ് ചെയ്ത് പോകും. അതാണ് ഞാനൊരു ചെയ്യുന്ന ഒരു അപ്രോച്ച് അതാണ്. കറക്റ്റാണ് കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എസ്പെഷ്യലി തുടക്കക്കാരാകുമ്പോഴത്തേനുണ്ടല്ലോ അങ്ങനത്തെ സിറ്റുവേഷൻ ഇസ് ബേസിക്കലി മേക്ക് ഇറ്റ് ഓർ ബ്രേക്ക് ഇറ്റ് ആണ്. അതായത് അന്ന് എന്നെ വേണം ബ്രേക്ക് ചെയ്ത് വിടാമായിരുന്നു. ബ്രേക്ക് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പൊങ്ങി വരില്ല. സോ ഞാൻ പറഞ്ഞു ഇപ്പം DQ കാരണമാണ് എനിക്ക് ഇപ്പോൾ ഇത്ര സംസാരിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ ഇത്രയും ചമ്മലില്ലാതിരിക്കുന്നതും. സോ ടെക്നിക്കലി ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു DQ. ജിബു ജോർജ് എന്ന് പറഞ്ഞ ഒരു ആങ്കറിനെ അവിടുന്ന് എനിക്ക് എവല്യൂട്ട് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ മോഡുലേറ്റ് ചെയ്ത് ഞാൻ തന്നെ എനിക്കൊരു ഗ്രോ ഉണ്ടാക്കി തന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ താങ്ക്സ് DQ. നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ജിബു ജോർജ്. അയ്യോ താങ്ക് യു സാർ. എന്തെങ്കിലും സാറിന് ഞാൻ കാണുവാണെങ്കിൽ ഈ ഒരു മൊമെന്റ് ഞാൻ ഓർമ്മിക്കും. നമുക്ക് ഈ വീഡിയോ DQന് അയച്ചു കൊടുക്കാം. ഉണ്ടോ? ഓപ്ഷൻ ഉണ്ടോ? നമുക്ക് അയച്ചു കൊടുക്കാം. അതിനുള്ള വകുപ്പൊക്കെ ഉണ്ട്, ഒക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ DQ ആയിട്ടുള്ള ഒരു നല്ലൊരു അനുഭവം. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള വീണ്ടും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതായത് എന്നെ ട്രോളാനുള്ള വകുപ്പ് നിങ്ങൾ ഈ വീഡിയോ തന്നെ ഉണ്ടാക്കിയെടുക്കും. ട്രോളാനല്ല, അല്ല ഇത് നല്ല രസമല്ലേ അത്? കാരണം നമ്മുടെ ഓരോ കരിയറിലും നിങ്ങളുടെ ഇപ്പം ജിബു ഇപ്പൊ എത്ര നാളായിട്ട് ഈ ഒരു ഫിലിം കരിയറിലുണ്ട്? ഓൾമോസ്റ്റ് 8 years ആയി. ഫിലിം മാത്രമല്ല, ഞാൻ സ്റ്റാർട്ടിങ് ഫ്രം ദ ആങ്കറിങ് 2017 സ്റ്റാർട്ട് ചെയ്തത്. ആങ്കറിങ് TV ഷോയും തിയേറ്ററും എല്ലാം ഒരേ വർഷം സ്റ്റാർട്ട് ചെയ്തത് 2017. സോ ഇപ്പം 8th year ആണ്. 8th year. അപ്പോൾ ഈ ഒരു 8 വർഷക്കാലം പല അനുഭവങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് ഇപ്പം ഇങ്ങനത്തെ ചെറിയ അനുഭവങ്ങൾ തൊട്ട് വലിയ അനുഭവങ്ങൾ കാണുമല്ലോ. ഇനി ഇങ്ങനത്തെ രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടോ? അതൊന്ന് ഷെയർ ചെയ്യാമോ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ വർക്കിലും എന്തെങ്കിലുമൊക്കെ ഭയങ്കര രസകരമായിട്ട് ഉള്ളതാണ്. അപ്പോൾ എനിക്കൊന്ന് സിനിമയുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലാവും. കാരണം എല്ലാ ഷൂട്ടും ഭയങ്കര രസമാണ്. എല്ലാ ഷൂട്ടിലും അല്ല എല്ലാ പ്രൊജക്ട്സിലും കുറേ ടീംസ് ഉണ്ടാവും. ട്രോൾ ചെയ്യുന്ന ടീംസ്, ലെഗ് പുള്ളിങ് സെഷൻസ്, അങ്ങനെ ഷൂട്ടിൻ്റെ ഇടയിലെ രസകരമായ സംഭവങ്ങളൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ IFFKയിൽ 2 വർഷം IFFKയിൽ പോയപ്പോൾ ലാസ്റ്റ് ഡേ ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയ സമയത്ത് ഭയങ്കര ടയർഡായിരുന്നു. അപ്പം ഞങ്ങളൊരു ചിൽഡ് നാരങ്ങ കുടിക്കാൻ വേണ്ടി ഒരു ചെറിയ കടയിലേക്ക് കയറി. കടയിൽ കയറി കഴിഞ്ഞപ്പോൾ നമ്മളൊരു ടേബിളിൽ ഇരിക്കുന്നു, ഫുഡ് ഓർഡർ ചെയ്തു. ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ അന്നേരത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവിക്കുന്ന ഏത് വർഷം? 2022 IFFKയിൽ. അപ്പോൾ ഈ ഷേപ്പൊക്കെ തന്നെയാണോ? ഏകദേശം ഈ ഷേപ്പ് തന്നെയാണ്. ആ താടിയൊക്കെ വളർന്നിരിക്കുന്ന സമയമാണ്. അന്ന് കുറച്ചുകൂടെ മുടി ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു, ഇത്രയും ഫ്ലഫി അല്ലായിരുന്നു. ബട്ട് റഫ്ലി കുറച്ചുകൂടെ ഇറക്കമുണ്ട്, ഇത്രയും ഇറക്കമുണ്ടായിരുന്നു മുടിക്ക്. ആ സമയത്ത് ഞങ്ങളുടെ ടേബിളിൽ ഇരിക്കുന്നിടത്ത് നിന്ന് ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രോബ്ലി ഈ പറയുന്ന പോലെ ഈ സാധാരണ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് എല്ലാവരും തന്നെ അയ്യോ ഇത് മറ്റേ എല്ലാ സിനിമാക്കാർക്കും ഇപ്പം താടിയും മുടി ഉള്ളതുകൊണ്ട് എല്ലാവരും തോന്നുകയാണ് ഇത് മറ്റേ പുള്ളി, ഞാൻ ആ പുള്ളിയല്ല. ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും പോകാറുള്ളത്. അപ്പം IFFKയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ജിബുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കാർത്തിക് ചുമ്മാ പറഞ്ഞ അയ്യോ എന്തെങ്കിലും പറയണത് ഞാനൊരു ലിസ്റ്റ് എടുത്ത് തരാം, മെസ്സേജസ് കാണിക്കാം. പലരും പല കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞ പോലെ. പക്ഷെ എനിക്ക് എൻ്റെതായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി എടുക്കണമെന്ന് ഓർത്ത് ഞാൻ അതങ്ങനെ അല്ല. അത് ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നമ്മൾ മെസ്സേജ് അയക്കുന്നത് ആരെയൊക്കെ ഞാൻ ഇങ്ങനെ പലർക്കും മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ ആളൊക്കെണ്ടെന്ന് പറഞ്ഞു. എനിക്കിങ്ങനെ ഇഷ്ടംപോലെ ആരാണ് വരാറുള്ളത്? അത് ഒത്തിരി പേര് വരാറുണ്ട്. ഐ ഡോണ്ട് കൗണ്ട് ചെയ്യുന്നു. പക്ഷേ ഇത് ഭയങ്കര രസമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിലെ പല ലാംഗ്വേജസിലുള്ള പല ആക്ടേഴ്സിനോട് ഒരു റിസംബ്ലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മിസ്. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ തമിഴ്, മലയാളം, ഹിന്ദിന്ന് വരെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയും. ഓരോ ആക്ടേഴ്സിനെ കാണുമ്പോൾ അത് ഒരു രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് എ ഡിഫറെന്റ്. പക്ഷേ ഈ കമ്പാരിസൺ വാസ് എക്സ്ട്രീംലി ഡിഫറെന്റ്. ഇതൊരു കമ്പാരിസൺ ആണ് പറഞ്ഞത്, അത് പറയാൻ വരുവാണ്. അപ്പോൾ പുള്ളി എന്നെ ഇങ്ങനെ നോക്കി തിരിച്ചു പോകുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പുള്ളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തു. പുള്ളി ഇങ്ങനെ പോയി. പുള്ളി അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്നു. ആ ടേബിളിൽ ഇരുന്ന് പുള്ളി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്നെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് പറഞ്ഞു ഇത് ഇയാൾ എന്താണ് എന്നെ ഇങ്ങനെ ഇത്ര കാര്യമായിട്ട് നോക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു ആ പോട്ട് കുഴപ്പമില്ല, പ്രായമുള്ളൊരു മനുഷ്യനല്ലേന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് വീണ്ടും കറങ്ങി തിരിഞ്ഞു വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് മോനെ ഞാൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ശരിക്കും വന്ന് പുള്ളിയെ നോക്കിയിട്ട് എനിക്കപ്പം മനസ്സ് കൊടുക്കുന്നതാണ് വികാരം ഏതെങ്കിലും സിനിമ നടൻ്റെ കാര്യം പറയാമായിരിക്കും എന്നോട്. ഞാൻ പറഞ്ഞു ഇല്ല ചേട്ടാ, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. പുള്ളി വിടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇല്ല ചേട്ടാ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പുള്ളിയുടെ പേര് ചോദിച്ചു, നാളെ ചോദിച്ചു. പുള്ളി ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, സീരിയൽസിലൊക്കെ മേക്കപ്പ് ചെയ്യുന്ന മനുഷ്യനാണ്. അവൻ പറഞ്ഞില്ല, ഞാൻ ചോദിച്ച ആൾ. പുള്ളി എന്നോട് പറയുന്നു ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, എനിക്ക് ഒരാളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ മറക്കാൻ പറ്റത്തില്ല, എന്തോ ഈ മുഖത്തുണ്ട്, ഞാൻ ഇത് എവിടെയോ കണ്ടിട്ടുണ്ട്, ഞാൻ ഉറപ്പായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത് എൻ്റെ ലിസ്റ്റൊക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളി സീരിയൽസാണ് വരുന്നത്. ഞാൻ സീരിയൽസിൽ അഭിനയിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഓക്കെ എന്ന് പറഞ്ഞ് കൗണ്ടറിൽ പോയി വേറെന്തോ വാങ്ങിച്ചുകൊണ്ട് വന്നു. വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ കുറച്ചൊരു ഇവിടെ ഇരുന്നോട്ടം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പ്രായമുള്ളൊരു മനുഷ്യരല്ലേ. ഞങ്ങൾ ശരിയായിട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. പുള്ളി ഇരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞു. പിന്നെ നാരങ്ങളും മേടിച്ചു. പുള്ളി ഇങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ചേരം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ
മോനെ എവിടെയോ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഫെമിലിയർ ഫേസാണ്, അതാണ് ഞാനൊന്ന് ഡ്രോ ചെയ്തോട്ടെ, സ്കെച്ച് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു പടം വരയ്ക്കുന്നത് ആർട്ടിസ്റ്റാണ്, പറഞ്ഞു ആ ആർട്ടിസ്റ്റാണ് പടം വരയ്ക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങളൊരു പേപ്പറൊക്കെ എടുത്ത് പുള്ളി എന്നെ ഇങ്ങനെ നോക്കുന്നു, ഞാനിങ്ങനെ ഇരുന്ന് കൊടുക്കുന്നു, പുള്ളി ഇങ്ങനെ സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കെച്ച് ചെയ്തിട്ട് പറഞ്ഞ് നല്ല സ്കെച്ച് ചെയ്യാൻ പറ്റിയ ഫീച്ചറാണ്, പുള്ളി പേനയും പേപ്പറും അല്ല പുള്ളി കൗണ്ടറിൽ നിന്ന് അല്ല ഞാൻ ചോദിച്ചത് നമ്മള് പെട്ടെന്ന് ഇത് ആർട്ടിസ്റ്റ് അല്ല, ഒരാൾ എന്നോട് ഒന്ന് പറയാണ് എന്നെ സ്കെച്ച് ചെയ്യാൻ സ്വാഭാവികമായിട്ട് ഒരാൾ സ്കെച്ച് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ രണ്ട് തരത്തിൽ സ്കെച്ച് ചെയ്യാലോ. ഒന്ന് നമ്മൾ സ്കെച്ച് ചെയ്യുന്നത് അടി കൊടുക്കാം, രണ്ടാമത് സ്കെച്ച് ചെയ്യുന്നത് ഇത് നല്ല സ്കെച്ചായിരുന്നു, നല്ല മീനിങ്ങുള്ള സ്കെച്ചായിരുന്നു. അങ്ങനെ പുള്ളി സ്കെച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ പിന്നെ പറഞ്ഞു ശരി ചേട്ടാ, ഞാൻ നാളെ ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെ സിംഗപ്പൂരിലാണ്, നാട്ടിൽ വന്ന FFPക്ക് ഉണ്ട് അന്നാണ്, ഞാൻ മറ്റന്നാൾ അങ്ങ് കൊച്ചിയിലേക്ക് പോകും, നമുക്ക് എപ്പോഴെങ്കിലും കാണാൻ. പുള്ളി നമ്പറൊക്കെ തന്ന് പോയി. ഞങ്ങൾ തിരിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി ഇതിന് പുറത്തിറങ്ങിയപ്പോഴത്തേനും പുള്ളി വീണ്ടും അവിടെ വന്നിരിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു മോനെ എനിക്ക് കിട്ടിയ സംഭവം എന്താണെന്ന്. ഞാൻ ചോദിച്ചാൽ എന്താ ചേട്ടാ? മോനെ കണ്ടാൽ എനിക്കെപ്പോഴാണ് ഓർമ്മിച്ചിട്ട് വരും, യേശു ക്രിസ്തുവിനെ കൂട്ടിരിക്കുന്നു. അതിനാണ് ഇത്രയും ബിൽഡപ്പ് കൊടുത്തത്. സീരിയസ് പറയുന്നത്, പുള്ളി എന്നെ കണ്ടിട്ട് പുള്ളി എപ്പോഴും കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എവിടെയാണ് ഈ മുഖം കണ്ടിട്ടുള്ളത്. പുള്ളി പറയുന്നത് മോനെ കണ്ടിട്ട് എനിക്ക് യേശു ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നത്. അപ്പം ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു പുള്ളിക്ക്. ഞാൻ ആക്ടറായിരുന്നോ അതോ പുള്ളിയുടെ മനസ്സിലെ ആ ഒരു ദൈവിക രൂപമായിരുന്നോ ഞാനെന്നുള്ളത്. ഞാൻ ശരിക്കും നിങ്ങളെ ദൈവത്തെ പോലെ രസം കേക്ക്. പുള്ളി അവസാനം എൻ്റെ കാലിലൊക്കെ തൊടാൻ വന്നു. ഞാൻ പറയാം എൻ്റെ പൊന്നു ചേട്ടാ പ്ലീസ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ സാധാരണ മനുഷ്യൻ, പുള്ളി സാധാരണ മനുഷ്യനല്ലായിരുന്നു. ശരിക്കും പുള്ളി ഞാൻ ഭയങ്കര ഒത്തിരി ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. ശരിക്കും പറഞ്ഞ ഒരാൾ എന്നോട് ഒന്ന് പറയുന്നത് ഒരു ദൈവിക ചൈതന്യമുണ്ട്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പറയുന്നത്, അല്ലാതെ ഒരു സാധാരണ മനുഷ്യനല്ല. സോ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്. അത് എനിക്ക് ആ സമയത്ത് ഭയങ്കര രസകരമായിട്ട് തോന്നിയാലും ഞാൻ വിചാരിച്ചു എന്നെ ട്രോൾ ചെയ്യാണെന്ന്. പക്ഷേ പുള്ളിയുടെ ആത്മാർത്ഥയാണ് പുള്ളി പറഞ്ഞത്. ഒരു നീളത്തിലുള്ള ട്രോളായിരുന്നു. പുള്ളി അവസാനം അവിടുന്ന് ഇറങ്ങി വന്ന് എന്നെ കണ്ട് പുള്ളി എന്താണ് എൻ്റെ മുഖത്ത് കണ്ടിരുന്നതെന്നുള്ള പറഞ്ഞ് എന്റെ കാലിൽ പിടിക്കാൻ വന്നിട്ട് പുള്ളി ഇമോഷണലൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു. ഞാൻ അവസാനം കെട്ടിപ്പിടിച്ച് പറഞ്ഞു ചേട്ടാ ഞാൻ സാധാരണ മനുഷ്യനാണ്, എൻ്റെ ലുക്ക് വെച്ച് ചിലപ്പോൾ ദൈവത്തിന്റെ ലുക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, യേശു ക്രിസ്തു കുറെ നാരങ്ങളും കുടിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എന്തായാലും അങ്ങനെ ഭയങ്കര രസകരമായ ഒരു സ്കെച്ചും എന്നെ യേശു ക്രിസ്തുവിനോട് കമ്പയർ ചെയ്ത ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടു. ഞാൻ ദുൽഖറിനെ കാണാതിരിക്കുന്ന പോലെ തന്നെ ഇദ്ദേഹത്തെ ഒരു പ്രാവശ്യം എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട്. ഇത് എവിടെയാ സ്ഥലം? എവിടെയാണ്? ഇത് ട്രിവാൻഡ്രത്ത് IFFKയുടെ ആ ഏരിയ തന്നെ. IFFK ഫെസ്റ്റിവൽ നടക്കുന്നതിന്റെ അടുക്കാണ്. ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതേ യേശു ക്രിസ്തുവാണ് ഞാൻ നിൽക്കുന്നത്, അന്ന് കണ്ടതാണ്. യേശു ക്രിസ്തു അല്ല, ഞാൻ സാധാരണ മനുഷ്യനാണ് എന്നോട് പറഞ്ഞേക്കാം. പല നേട്ടങ്ങൾ പ്രതീക്ഷയായിരിക്കും വരുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ ഞാനങ്ങനെയൊന്നല്ല അല്ല അതിലോ പറയുന്നത്. ഇതിപ്പോ വന്നു എന്റെ പേര് പറയാ. ഏറ്റവും കൂടുതൽ വിഷമം തന്നൊരു സിറ്റുവേഷൻ അത് മാത്രമാണ്. അല്ലെങ്കിൽ ഐ എം വെരി സൂപ്പർ കൂൾ. ദെൻ ഐ എം ബാക്ക് ടു ദ ഓൾഡ് ജിബു. അതായിരുന്നു അപ്പൊ ഈ നിങ്ങളുടെ ഈ ഒരു 8 വർഷത്തെ ഒരു കരിയറിൽ ഇപ്പൊ നമ്മൾ നല്ല രസകരമായിട്ടുള്ള പല അനുഭവങ്ങളും നമ്മൾ കേട്ടു. ഇനിയിപ്പം എന്തെങ്കിലും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? അയ്യോ, ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു ഫിലിം ആക്ടിങ് കരിയറിൽ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും മനസ്സിൽ അല്ല എല്ലാവരുടെ ലൈഫിൽ എല്ലാവരുടെയും എക്സ്പീരിയൻസസിൽ ഗുഡ് ആൻഡ് ബാഡ് ഉണ്ടാവും. അത് ഭയങ്കര കോമൺ ആണ്. മനുഷ്യനിൽ നന്മയും തിന്മയും ഇല്ലാതെ അല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരേ ഉണ്ടാവില്ല. ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മൾ എപ്പോഴും നെഗറ്റിവിറ്റീസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതിനെ എങ്ങനെ പോസിറ്റിവിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ടെക്നിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എനിക്കങ്ങനെ ഒരുപാട് എന്താ പറയുക വിഷമം തരുന്ന, ഞാൻ ബേസിക്കലി ഭയങ്കര ഒരു ഇമോഷണൽ ഫൂളാണ്. എന്നോട് ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഭയങ്കര ഇമോഷണൽ ഫുള്ളാണ്. ഇമോഷണലി ഭയങ്കര വൾണറബിൾ ആണ്. എനിക്ക് ദേഷ്യം പെട്ടെന്ന് വരും, വിഷമം പെട്ടെന്ന് വരും, സന്തോഷം പെട്ടെന്ന് വരും, പെട്ടെന്ന് ഹേർട്ടാകുമായിരുന്നു. ഇപ്പം ഞാൻ ഒത്തിരി മാറി. ഞാൻ ഈ നമ്മുടെ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ യൂഷ്വൽ വൾണറബിലിറ്റീസ് എല്ലാം കുറച്ച് കൂളായിട്ട് ഉള്ളൊരു മനുഷ്യനാണ് ഞാൻ. ഇപ്പോൾ ചില കമ്മ്യൂണിക്കേഷൻ കോൺവെർസേഷൻസ് ഒക്കെ ഞാൻ ഭയങ്കര കട്ട് ത്രൂ ആണ്. ചിലപ്പോൾ ഭയങ്കര ക്രിട്ടിക്കലാണ്. എൻ്റെ വർക്കിലും ക്രിട്ടിക്കലാണ്, എൻ്റെ കൂടെ ഉള്ള ആൾക്കാരും വർക്കിലും ചിലപ്പോൾ ക്രിട്ടിക്കലാവും. അതെല്ലാം കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്സ് ആണ്. എല്ലാ ആൾക്കാരും അങ്ങനെ എടുക്കണം നിർബന്ധമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഏത് ഇൻഡസ്ട്രിയിലാണ്, ഈ ഇൻഡസ്ട്രി മാത്രമല്ല, ഇപ്പോൾ IT ആണെങ്കിൽ പോലും നമ്മൾ ഏത് ഒരു കോർപ്പറേറ്റ് വേൾഡിലാണെങ്കിലും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ടാവും. നമുക്ക് നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, തിന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ കൂട്ടുകാരാണെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം നമ്മുടെ കൂട്ടുകാരാണെന്നുണ്ട് എൻ്റെ കയറുക. നമ്മുടെ മുമ്പിൽ ചിരിച്ച് കാണിക്കുന്ന ആൾക്കാർ നമ്മുടെ പുറകെ കൂടെ നമ്മളെ പണി തരാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇതെല്ലാം ഉള്ളതാണ്. അപ്പം എൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ഈ ഫീൽഡിൽ ഇൻഡസ്ട്രിയിൽ ബിക്കോസ് IT ആകുമ്പോൾ എനിക്ക് ഏകദേശം അത് മാനേജ് ചെയ്യാൻ അറിയാമല്ലോ. കാരണം വർഷങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ഈ വർക്ക് ചെയ്യുന്ന ആ ഗ്രൂപ്പ് എൻ്റെ ക്ലോസ് ഗ്രൂപ്പാണ്. ടെക്നിക്കലി ഓരോ പ്രോജക്റ്റ് കഴിയുമ്പോൾ എനിക്കൊരു ന്യൂ സർക്കിൾസ് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം പിന്നെ എൻ്റെ ക്ലോസ് ബഡീസാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ പ്രിയപ്പെട്ട കുറേ കൂട്ടുകാരാണ്.
കോവിഡിൻ്റെ സമയത്ത് ബേസിക്കലി നമ്മളങ്ങനെ ഒത്തിരി ക്ലോസ് ആയിട്ട് കരുതുന്ന ചില ആൾക്കാരിന് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ചില ബാക്ക് സ്റ്റാബിങ്സ് വരുമല്ലോ. പലർക്കും പല ഇൻറ്റൻഷൻസ് ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയ എങ്ങനെയാണ്, ഒരാളെ വളരെ പ്യുവർലി ഫ്രണ്ട്ഷിപ്പ് അല്ലെ, പ്യുവർലി സ്നേഹത്തിലല്ലേ, പ്യുവർലി നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. 100 പേരിൽ 2-3 ആൾക്കാർ കാണത്തില്ല. ബാക്കി നമ്മുടെ അടുത്ത് വരുന്ന ആ 90 പേര് 95 പേർക്കും പല ഇൻറ്റൻഷൻസ് ആയിരിക്കും. ഹിഡൻ അജണ്ടാസ് കാണും, പല നേട്ടങ്ങൾ പ്രതീക്ഷയായിരിക്കും വരുന്നത്. അത് കിട്ടിക്കഴിയുമ്പോൾ ഞാനങ്ങനെയൊന്നല്ല അല്ല ദൈവമേ, ഞാൻ എന്നാണ് പറയുന്നത്, ഇതിപ്പോ വന്നു എന്റെ പേര് പറയാ. അയ്യോ എന്റെ ടോണിച്ചാന്റെ പേര് പറയില്ല. അല്ലല്ല, അങ്ങനെയല്ല പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ അങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ തന്നെ മിസ് ഓക്കെ. പക്ഷേ ഇപ്പൊ എനിക്കത് ഹാൻഡിൽ ചെയ്യണം, മെച്ചൂരിറ്റി ആയി. ലൈക്ക് ഞാൻ പറയുന്നത്, എനിക്ക് അന്ന് ആ മെച്ചൂരിറ്റി ഇല്ലാത്ത സമയത്തെ കാര്യം പറഞ്ഞു. അന്ന് ഇതുപോലത്തെ ബാക്ക് സ്റ്റാബിങ് ഉണ്ടാകുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഹേർട്ടായിരുന്നു. ഒരു കോവിഡിൻ്റെ സമയത്താണ് തോന്നുന്നത്. കോവിഡിൻ്റെ സമയത്ത് ടെക്നിക്കലി കോവിഡ് വന്ന് നമ്മളെല്ലാം വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ വീടിൻ്റെ അകത്ത് അടച്ചു കൂട്ടിയിരിക്കുന്ന സിറ്റുവേഷൻ വരുന്ന ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിപ്രഷനാണ്, മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയമാണ്. ആൻഡ് ദെൻ വെൻ യു സീ ഇങ്ങനത്തെ കുറേ നെഗറ്റിവിറ്റീസ് നമ്മളെ എന്താ പറയുന്നത് ഒന്നുമില്ലാതാക്കാൻ ശ്രമിക്കുന്ന കുറേ സിറ്റുവേഷൻസ് വരുമ്പോഴത്തേനും യു ഡെഫിനറ്റ്ലി ഫീൽ ഹേർട്ട്. ലൈക്ക് ടെക്നിക്കലി നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ കുറച്ച് സമയം. നമ്മൾ വർക്ക് പ്രോജക്റ്റ് ഇതൊക്കെ നമ്മൾ ആക്ടിങ് കരിയർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അതൊക്കെ ഞാനൊക്കെ സ്റ്റാർട്ടിങ് സമയമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ബാക്ക് സ്റ്റാബിങ് വരുമ്പോഴത്തേനും ആസ് എൻ ആക്ടർ, ആസ് എൻ ആർട്ടിസ്റ്റ്, ഞാൻ പറഞ്ഞല്ലോ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് ലൈക്ക് ഇറ്റ് ടുക്ക് സർട്ടൻ ഇയേഴ്സ് ടു ഗെറ്റ് ഓവർ ഫ്രം ദാറ്റ്. അത് ഗെറ്റ് ഓവർ ആകാനുള്ള റീസണും ബേസിക്കലി ഞാൻ പറഞ്ഞാൽ ഈ കോവിഡ് കഴിഞ്ഞിട്ട് നാട്ടിൽ പോയ സമയത്ത് ഞാൻ ഈ ആക്ട് ലാബിൽ സജീവ് മാഷിൻ്റെ അടുത്ത് ഒരു 5 days വർക്ക്ഷോപ്പിന് പോയി. ബിക്കോസ് ശരിക്കും പറഞ്ഞാൽ ഈ വർക്ക്ഷോപ്പ് ചെയ്യുന്നതിൻ്റെ ഗുണം ഞാൻ മനസ്സിലാക്കിയത്, കാരണം നമ്മുടെ മനസ്സിലുള്ള കുറേ ബ്ലോക്സ് മാറ്റാൻ പറ്റും, നമ്മുടെ കുറേ തോട്ട് പ്രോസസ്സിനെ റിഫൈൻ ചെയ്യാൻ പറ്റും. ലൈക്ക് ഈ പറഞ്ഞ നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി പോസിറ്റിവിറ്റീസിനെ എങ്ങനെ നമ്മുടെ പെർഫോമൻസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാൻ എന്നുള്ളൊരു സ്റ്റേജാണ്, അല്ലെങ്കിൽ ആ ഒരു ജേണിയാണ് അവിടെ നമുക്ക് തരുന്നത്. ഇപ്പോൾ ഞാൻ സജീവ് സാറിൻ്റെ അടുത്ത് വർക്ക്ഷോപ്പിന് പോയ സമയത്ത്, അതിനു മുമ്പ് ഞാനൊരു 3 days വർക്ക്ഷോപ്പ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ സാറിൻ്റെ പെറ്റുകളിലൊന്നായിരുന്നു ഞാൻ. പുള്ളി വാസ് വെരി ഇത് നാട്ടിലാണ്, കൊച്ചിയിലാണ് സമയത്ത്. ഈ പ്രാവശ്യം ഞാൻ പോയി സെക്കൻഡ് ടൈം ഞാൻ ചെന്നപ്പോൾ ഒരു സെക്കൻഡ് ഡേ ആയപ്പോൾ തന്നെ പുള്ളി എന്നോട് പറഞ്ഞു, ജിബു എന്തോ പ്രശ്നമുണ്ടല്ലോ, ലൈക്ക് നീ കഴിഞ്ഞ പ്രാവശ്യം വന്നോലല്ല, ലൈക്ക് ദർ ഈസ് സംതിങ് ഡിസ്റ്റർബിങ് യു, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല മാഷേ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കത്, കാരണം ആസ് എ ട്രെയിനർ അതാണല്ലോ മാഷിൻ്റെ ജോലി, അതാണല്ലോ. അതായത് നമുക്ക് എന്താണ് പ്രശ്നം, അവിടുന്ന് ആ മെൻ്റൽ ബ്ലോക്കിൽ നിന്ന് നമ്മളെ മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ടാസ്ക്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഫ്രീ ആകുമ്പോൾ ഓഫീസിൽ വന്ന് സംസാരിക്കും, പ്രൈവറ്റായിട്ട് സംസാരിക്കും. അപ്പോൾ ഞാനിങ്ങനെ പോയി പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞതുപോലെ സാർ ഇതുപോലെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന് കോവിഡിൻ്റെ പ്രശ്നമായിരിക്കാം, ലോക്ക്ഡൗണിൻ്റെ കാര്യങ്ങളും ഡിപ്രഷൻസ് പോലത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. സെക്കൻഡ് തിങ്സ് നമ്മുടെ കൂടെ നിന്ന് ആൾക്കാരൊക്കെ ബാക്ക് സ്റ്റാബ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന സാധനം. അപ്പോൾ ഞാൻ ഈ പ്രൊഫഷൻ അല്ലെങ്കിൽ ആക്ടിങ് അല്ലെങ്കിൽ സിനിമ എനിക്ക് പറ്റിയൊരു മേഖലയാണെന്നല്ല, ഇത്രയും അത് അവരുടെ കുഴപ്പമല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇത്രയും ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള മെച്യൂരിറ്റി എനിക്കില്ലാത്തതുകൊണ്ട്, ലൈക്ക് വെദർ ഐ കുഡ് സർവൈവ് എന്നുള്ളൊരു സാധനം എനിക്ക് വന്നു. എനിക്കിത് സർവൈവ് ചെയ്യാൻ പറ്റും, എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റില്ല. കാരണം ഇതുപോലത്തെ ഒരു ഫേസ് പിന്നെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആവും. ഇപ്പോൾ തന്നെ ഞാൻ ഡൗൺ ആണ്. ഞാൻ ഇത് എങ്ങനെ ഇവിടുന്ന് മുന്നോട്ട് വരണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ അഭിനയം പരിപാടിയൊക്കെ നിർത്തിയാലോ എന്നുള്ളൊരു തോട്ടിലാണ്. പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു മെൻ്റൽ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയാണ് ഈ വർക്ക്ഷോപ്പിൽ ഞാൻ വന്നത്. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ബി എ നോർമൽ പേഴ്സൺ, ബാക്ക് ടു എൻ IT എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നെ 2 വഴക്കൊക്കെ പറഞ്ഞ് ഒരു 10-15 മിനിറ്റ് ഒരു ക്ലാസ് വന്നു. അതായത് പുള്ളി പറഞ്ഞ അതിൻ്റെ അകത്ത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞത്, പുള്ളി വളരെ ഹാൻഡ് പിക്ക് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയും ഫീഡ്ബാക്ക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറേ വളരെ ചുരുക്കം ആക്ടേഴ്സിൽ അല്ലെങ്കിൽ പുള്ളിയുടെ സ്റ്റുഡൻസിൽ ഒരാളാണ് ഞാൻ. പുള്ളി പറഞ്ഞിട്ട് ഞാനിവിടെ വാവ് പറഞ്ഞിട്ടുള്ള വളരെ ചുരുക്കം സ്റ്റുഡൻസിൽ ഒരാളെ നീയാണ്. ഇത്രയും നല്ല പെർഫോമറായ നീ പറയുന്നത് നിനക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ എന്താണ് ഇവിടെ ചെയ്യുക? ഞാൻ നല്ല പെർഫോമർ ആണോ അല്ലയോ എന്നുള്ളതല്ല അതിൻ്റെ അകത്തെ കാര്യം. അതിൻ്റെ അകത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി അതിനെ ഭയങ്കര പോസിറ്റീവായിട്ട് എൻ്റെ ഉള്ളിലെ ആ സാധനം മാറ്റാൻ പറയുകയാണ്. അതായത് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന നിനക്ക്, ഇത്രയും സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റും, നിനക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നീ ഒരിക്കലും അത് ചെയ്യരുത്. പിന്നെ എല്ലാ ഫീൽഡിലും ഈ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, നമ്മൾ ഇതിൽ നിന്നൊന്നും അഫക്റ്റ് ആകാതെ എങ്ങനെ ഹൗ നൈസ്ലി യു മാനേജ് ഇറ്റ്, അല്ലെങ്കിൽ ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ്, ഇതാണ് നമ്മൾ പഠിക്കേണ്ട മെയിൻ കാര്യം. കാരണം മുമ്പേ പറഞ്ഞ തന്നെ എല്ലാ ആക്ടേഴ്സും എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കര വൾണറബിളാണ്. അവർക്ക് ദേഷ്യവും വിഷമവും പല പ്രശ്നങ്ങൾ വരും. കൂടെയുള്ള ആൾക്കാരെയൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലായിരിക്കാം, ചിലപ്പം വിശ്വസനീയമായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടെ, അവർക്ക് ശരിക്കും അനുഗ്രഹിക്കപ്പെട്ട ആൾക്കാരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹൗ ഡു യു ഓവർകം, അതാണ് നീ ആദ്യം പഠിക്കേണ്ടത്. നീ ഒരു നല്ല നടനാണ്, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്, നല്ല ഒരു ആക്ടറിന് വേണ്ടി എല്ലാ സാധനങ്ങളും ഉണ്ട് നിനക്ക്.
നിനക്ക് ഈ മെച്യൂരിറ്റി പ്രശ്നമാണ് ഇല്ലാത്തത്. അതായത് ഹൗ ഡു യു ഹാൻഡിൽ സിറ്റുവേഷൻസ് ലൈക്ക് ദേഷ്യം വരുമ്പം ദേഷ്യം കാണിക്കണം നിർബന്ധമില്ല, വിഷമം വരുമ്പോൾ വിഷമം കാണിക്കണം നിർബന്ധമില്ല. നീ അത് നിൻ്റെ പെർഫോമൻസിലേക്ക് മാറ്റും. അത് ഈ സാധനങ്ങളൊക്കെ നീ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ സ്ക്രീനിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴോ അത് അതിലേക്ക് മാറ്റിയിടും. ഇതൊക്കെ എക്സ്പീരിയൻസ് ആണ്, എല്ലാ ആക്ടേഴ്സിനും കിട്ടേണ്ട എക്സ്പീരിയൻസ് ആണ്. ബാക്ക് സ്റ്റാബിങ് ആണെങ്കിലും പാരോപ്പ് ആണെങ്കിലും പറ്റിക്കലാണെങ്കിലും ചതിയാണെങ്കിലും സ്നേഹമാണെങ്കിലും പ്രേമമാണെങ്കിലും ഇതെല്ലാം ഒരു മനുഷ്യന് കിട്ടേണ്ട എക്സ്പീരിയൻസ് ആണ്. ഇതിനെല്ലാം നീ നിൻ്റെ റിസോഴ്സസ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുക. അതാണ് നീ ചെയ്യേണ്ടത്. ഞാൻ ആ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു. അപ്പം പുള്ളി എനിക്ക് ഭയങ്കര ഐ ഓപ്പണർ ആയിരുന്നു എനിക്ക്. കാരണം ഇതെന്തായാലും ഞാൻ അത് നിർത്തിയാൽ പോലും വേറൊരു ഫീൽഡിൽ ചെന്നാലും അവിടെയും എനിക്ക് സംഭവിക്കാം. ദെൻ അഗെയിൻ ഐ എം ഗോയിങ് ടു ഫേസ് സച്ച് സിറ്റുവേഷൻസ്. ഞാൻ അപ്പോഴും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും എന്നെ വന്ന് ചവിട്ടി താക്കാം. ഈ സാധനം ആണ് എന്നെ രണ്ടാമത് അവിടുന്ന് ഇതിലേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ സിനിമ വീണ്ടും പെർസ്യൂ ചെയ്യാൻ ഒരു എനർജി തന്നത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ പൊങ്കാരയാണെങ്കിലും വീലാണെങ്കിലും ഇവിടെ ഒരാളാണെങ്കിലും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് അല്ല കൊമേഴ്ഷ്യൽസ് ആണെങ്കിലും ടി വി ഷോസ്, ഉടൻ പണം പോലത്തെ ടി വി ഷോസ്. അപ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന കാര്യങ്ങളിലൊന്നും നമ്മൾ ഒരിക്കലും ഡിപ്രഷൻ ആകാതെ അല്ലെങ്കിൽ നമ്മളെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് താഴോട്ട് പോകാതെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന എല്ലാ എക്സ്പീരിയൻസസിനെയും അത് ഹൗ ഡു യു കൺവേർട്ട് ദാറ്റ് ടു എ പോസിറ്റീവ് തിങ് മാറ്റിയിട്ട് നമ്മൾ അതിൽ എങ്ങനെ പെർസ്യൂ ചെയ്യുന്നുള്ളത് മാത്രമാണ്. ആ ജേർണിയാണ് നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്. അതൊരു വലിയ ലെസനായിരുന്നു. ദെൻ ഐ ആം ബാക്ക് ടു ദ ഓൾഡ് ജിബു. അതായിരുന്നു ഇരിക്കുന്നത്. അപ്പം അതാണ് എനിക്ക് ഭയങ്കര ഹേർട്ടായതൊരു സംഭവം. അതാണ് ഹേർട്ടെന്ന് പറയാൻ ഹേർട്ടാകുന്ന ഒരുപാട് സംഭവമുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഞാനേ അല്ലാണ്ടാവും പോകുന്നൊരു സിറ്റുവേഷൻ എനിക്കുണ്ടായി. അതിൽ നിന്ന് തിരിച്ചു വന്നു എന്നുള്ളതാണ് ഞാൻ പറയാം. ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടതിൽ അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തന്നൊരു സിറ്റുവേഷൻ അത് മാത്രമാണ്. അല്ലെങ്കിൽ ഐ എം വെരി സൂപ്പർ കൂൾ. ഇപ്പം എനിക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വെരി നൈസ്, വെരി നൈസ്. നമ്മളിത് ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ എടുക്കണമെന്ന് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജിബുവിൻ്റെ ഒരു സ്റ്റോറി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഓഫ്ലൈനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു 5% ആണ് ഈ ഒരു വീഡിയോ. അപ്പം ഇതൊക്കെ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. പിന്നെ നമ്മളൊപ്പം നമ്മുടെ സിംഗപ്പൂരിലുള്ള ടാലൻസ് നമ്മൾ ഗ്രോ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം ആദ്യമായിട്ടാണ് ജിബു ഇങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് കൊടുക്കുന്നല്ലേ? ആദ്യമായിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആൻസർ കൊടുക്കുന്നതും. ഇതൊരു തുടക്കം മാത്രമായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ജിബു ഫോർ കമ്മിങ് എക്സ്ക്ലൂസീവ് ടു ടോണി ചാൻ സിംഗപ്പൂർ യൂട്യൂബ് ചാനൽ. Thank you so much for having me, Tony Chan Singapore. ഇതൊരു നല്ല മെമ്മറിയാണ്. അതെ, താങ്ക് യു സോ മച്ച്. ഐ വിൽ സീ യു ഗൈസ് ലേറ്റർ. അപ്പം യൂട്യൂബിൽ പോയിട്ട് എൻ്റെ ലിങ്ക്സും എൻ്റെ വർക്ക്സും കാണാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച് ജിബു. ഐ വിൽ സീ യു ഗൈസ് ലേറ്റർ. ദിസ് ഈസ് Tony Chan Singapore. This is Jibu George signing out. Bye. Bye.